ഓക്കെ, യെസ്. സൈക്കോളജിയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കാണാവോ? ക്വസ്റ്റ്യൻ കാണാവോ? കുഴപ്പമില്ലല്ലോ, കാണത്തില്ലേ? ആ, നോക്കിയേ. ഭാഷാ വികാസ ഘട്ടത്തിൻ്റെ ശരിയായ ഘട്ടങ്ങൾ തിരിച്ചറിയുക. ഭാഷാ വികസന ഘട്ടത്തിൻ്റെ ശരിയായിട്ടുള്ള ഘട്ടങ്ങൾ തിരിച്ചറിയുക. ഒന്നാമത്തേത് പ്രാഗ് ഭാഷാഘട്ടം, രണ്ടാമത്തേത് കൊഞ്ചൽ, മൂന്നാമത്തേത് ഹോളോ ഫ്രേസിക്, നാലാമത്തേത് ടെലിഗ്രാഫിക്. പിന്നെ വരേണ്ടത് കൊഞ്ചൽ, ഹോളോഫേസിക്, പ്രാഗ് ഭാഷാഘട്ടം, ടെലിഗ്രാഫിക്, പ്രാഗ് ഭാഷാഘട്ടം, കൊഞ്ചൽ, ഹോളോഫേസിക്. പിന്നെ അതുപോലെ പ്രാഗ് ഭാഷാഘട്ടം, കൊഞ്ചൽ, ടെലിഗ്രാഫിക്, ഹോളോഫേസിക്. ഏതാണ് വേണ്ടത്? ഭാഷാ വികാസ ഘട്ടത്തിൻ്റെ ശരിയായിട്ടുള്ള ഘട്ടങ്ങൾ. ഇത് ഇംഗ്ലീഷ് വേർഡ് അതേപടി എടുത്ത് ചോദിച്ചോ കേട്ടോ. ഏതെന്നറിയാമോ? ഒന്നാമത്തെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ കേട്ടോ. ഒന്നാമത് പ്രീ ലിംഗ്വിസ്റ്റിക്, അതായത് കൊച്ച് എന്താ പറയുന്നത്, അമ്മ അച്ഛ എന്നൊക്കെ പറഞ്ഞ് മുറുമുറുക്കത്തില്ലേ, അത് ഈ നമ്മുടെ ഈ പറഞ്ഞ പ്രാഗ് ഭാഷാഘട്ടം. അതായത് ഈ കൊച്ചുങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ, അതിനെ മിറുമുറുക്കൽ നമ്മൾ പറയത്തില്ലേ സാധാരണയായിട്ട്. അപ്പോൾ ആ ഒരു സാധനം കേട്ടാണ് കൊഞ്ചൽ വരുന്നത് അല്ലേ. അതായത് അമ്മ, പാപ്പം അല്ലേ, അതുപോലെ വെള്ളത്തിന് ബൂമ്പ എന്നൊക്കെ പറയും അല്ലേ. പശുവിന് ഇവിടെയാണെങ്കിൽ പാപ്പു എന്നൊക്കെ പറയും കേട്ടോ. അപ്പം അങ്ങനെയുള്ളത് കൊഞ്ചൽ. പിന്നെ ഹോളോഫേസിക് എന്ന് പറഞ്ഞാൽ ഹോളോഫേസിക് ചെറിയ ചെറിയ വാക്കുകൾ പറയും കേട്ടോ. ഫ്രേസിക് എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കുകൾ പറയും. അതിനുശേഷമുള്ളത് ടെലിഗ്രാഫിക്, എഴുതുവാനും വായിക്കാനും ഒക്കെ തുടങ്ങുന്നതാണ് ടെലിഗ്രാഫിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ഒന്നാമത്തേതാണ് വരേണ്ടത് പ്രാഗ് ഭാഷാഘട്ടം, കൊഞ്ചൽ, ഹോളോ ഫ്രേസിക്, അതുപോലെ തന്നെ ടെലിഗ്രാഫിക്. അതാണ് ശരിയായിട്ടുള്ള ഘട്ടം കേട്ടോ, ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നാഡീപരമായ ന്യൂനത മൂലം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ രേഷ്മ എഴുത്തുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. രേഷ്മയുടെ പ്രശ്നം എന്താണ്? നോക്കിയേ. നാഡീപരമായിട്ടുള്ള ന്യൂനത മൂലം എന്താണ്? പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ രേഷ്മ എഴുത്തുമായി ബന്ധപ്പെട്ട എന്ത് അഭിമുഖീകരിക്കുന്നു? പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. അപ്പോൾ രേഷ്മയുടെ പ്രശ്നം ഇവിടെ എന്താണ്? ഡിസ്പ്രാക്സിയയാണോ, ഡിസ്ലെക്സിയയാണോ, ഡിസ്ഗ്രാഫിയയാണോ, ഡിസ്കാൽക്കുലിയാണോ? ഏതാണ് വരേണ്ടത്? ഇവിടെ നമുക്കൊരു കൺഫ്യൂസിങ് ഉണ്ട് അല്ലേ, എ ആണോ സി ആണോ എന്ന്. ഈ ക്വസ്റ്റ്യൻ എററായിപ്പോയത് കേട്ടോ. കാരണം ഇവിടെ പറയുന്നത് എന്താണ്? നാഡീപരമായ ന്യൂനത എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉണ്ടോ എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം. അപ്പം നോക്കി, നാഡീപരമായിട്ടുള്ള പ്രശ്നമാണ് ശരിക്കും കൊച്ചിനുള്ളത്. അതുകൊണ്ടാണ് കൊച്ചിന് വിരലനക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എഴുത്തുമായിട്ടുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ ഒരിക്കലും അത് എന്തായിരിക്കത്തില്ല, ഡിസ്പ്രാക്സിയ എന്താണ് കാരണമായിരിക്കും അത് വരുന്നത്, ഡിസ്ഗ്രാഫിയ കാരണമായിരിക്കത്തില്ല. പറഞ്ഞ് മനസ്സിലായോ? കാരണം ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ന് ഒഴിവാക്കി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ഒബ്വിയസ്ലി പോകേണ്ടത് ആ കൊച്ചിന് ശരിക്കുള്ള പ്രശ്നം എന്നാ? നാഡീപരമായിട്ടുള്ള ന്യൂനതയാണ് കൊച്ചിന് പ്രശ്നം, ശരിയല്ലേ? ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കൊച്ചിന് എന്ത് പറ്റിയത്? എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് നാഡീപരമായിട്ടുള്ള ന്യൂനത മൂലം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ രേഷ്മ എഴുത്തുമായി ബന്ധപ്പെട്ട, കാരണം കൊച്ചിന് പേശി സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതാണ് മൂല കാരണം എന്തിനു വേണ്ടിയുള്ള എഴുത്തുമായിട്ടുള്ള പ്രശ്നമുള്ളത്. അപ്പം കൊച്ചിനുള്ള പ്രശ്നം എന്താണ്? ഡിസ്പ്രാക്സിയ ആണുള്ളത് കേട്ടോ. ഡിസ്ഗ്രാഫിയിലേക്ക് പോകാനുള്ള സെൻറ്റൻസി ഉണ്ട്, കാരണം എഴുത്തുമായി ബന്ധപ്പെട്ടല്ലോ. അപ്പോൾ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകല്. ഡിസ്പ്രാക്സിയാണ് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം വരേണ്ടത് കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കണം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറോടുള്ള താല്പര്യം മൂലം ആ വിഷയം ഒരു വിദ്യാർത്ഥി ഇഷ്ടപ്പെടുന്നു. ഇവിടെ അടിസ്ഥാനമാക്കുന്ന പഠന നിയമം എന്താണ്? ഫലപ്രാപ്തി നിയമമാണോ, അനുബന്ധന നിയമമാണോ, ആവർത്തന നിയമമാണോ, പ്രത്യക്ഷ നിയമമാണോ? സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറോടാണ് കുട്ടിക്ക് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇഷ്ടം മൂലം കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വിഷയം കൊച്ച് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ആണിവിടെ അടിസ്ഥാനമാക്കുന്ന പഠന നിയമം? ഫലപ്രാപ്തിയാണോ, അനുബന്ധനമാണോ, ആവർത്തനമാണോ, പ്രത്യക്ഷയാണോ? ഏതാണ് വരേണ്ടത്? അനുബന്ധനം കേട്ടോ. അനുബന്ധനം കേട്ടോ, കറക്റ്റാണ്. ലോ ഓഫ് അസോസിയേഷൻ അല്ലേ, അനുബന്ധനം. ആരുടെ തിയറിയിൽ അനുബന്ധനം കിടക്കുന്ന? അനുബന്ധന സിദ്ധാന്തം ആരുടെയാ? ആരുടെയാ? 2-3 പേരുണ്ട്, പറഞ്ഞു. അനുബന്ധന സിദ്ധാന്തം ആരുടെയാ? അനുബന്ധന സിദ്ധാന്തം പറ. പാവ്ലോവ് ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? വേറെ ആരും ഇല്ലേ? അനുബന്ധനം കണ്ടുപിടിച്ച കുറേ പേരില്ലേ? നമ്മുടെ വ്യവഹാരവാദികൾ മിക്കവരും എന്താ ഈ അനുബന്ധന സിദ്ധാന്തമാണ് പറഞ്ഞു കേട്ടോ. തോണ്ടേക്ക്, സ്കിന്നർ, പാവ്ലോവ് എല്ലാം തന്നെ അനുബന്ധനത്തിൻ്റെ, അതുപോലെ തന്നെ വാട്സൺ കേട്ടോ, എല്ലാം അനുബന്ധന നിയമം പറയുന്നത്.
കേട്ടോ. പ്രത്യേകിച്ച് വാട്സൺ, അതുപോലെ തന്നെ പാവ്ലോ അല്ലേ, അവരുടെ തിയറിക്കകത്താണ് വിലോപം, പുനഃപ്രാപ്തി, വിളംബിത അനുബന്ധിത പ്രതികരണം, ചോദക സാമാന്യവൽക്കരണം, ചോദക വിവേചനം അല്ലേ, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നാണ് ഒബ്വിയസ്ലി. പക്ഷേ ഓർത്തിരിക്കണം, വ്യവഹാരവാദികളെല്ലാം തന്നെ നമ്മുടെ ഇതിനകത്തുള്ളതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, 3 കഴിഞ്ഞ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ? തിരിഞ്ഞും പറഞ്ഞു എല്ലാം കിടക്കും കേട്ടോ. യെസ്, ഓക്കെ. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് ശ്രേണീകരണം രൂപീകൃതമാകുന്നത് ഏത് ഘട്ടത്തിലാണ്? ഇന്ദ്രിയ ചാലഘട്ടമാണോ, പ്രാഗ്മന വ്യവഹാരഘട്ടമാണോ, മൂർത്ത മനോവ്യവഹാരഘട്ടമാണോ, ഔപചാരിക മനോവ്യവഹാരഘട്ടമാണോ? എന്താണ് വേണ്ടത്? നമ്മുടെ ശ്രേണീകരണം കേട്ടോ, സീരിയലിസ്റ്റിനാണ് വേണ്ടത്. അത് ഏത് ഘട്ടത്തിലാണ് കൂടുതലായിട്ടും ഉണ്ടാവേണ്ടത്? ഇന്ദ്രിയമാണോ, പ്രാഗ്മന വ്യവഹാരഘട്ടമാണോ, അതോ മൂർത്ത മനോവ്യവഹാരഘട്ടമാണോ, അതോ ഔപചാരിക മനോവ്യവഹാരഘട്ടമാണോ? ഏതാണ് ഇത് കേട്ടോ? ABC സി കേട്ടോ, ഓർത്തിരിക്കണം. നമ്മുടെ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് എന്തുള്ളത്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ശ്രേണീകരണം. ലോ ഓഫ് എഫക്റ്റ്, അതുപോലെ തന്നെ ലോ ഓഫ് മാസ് അല്ലേ, ലോ ഓഫ് വോളിയം, ഇതൊക്കെ ഇല്ലായിരുന്നോ? അതുപോലെ തന്നെ ശ്രേണീകരണം. എന്താണ് ശ്രേണീകരണം വെച്ചാൽ വലുത് ചെറുത്, എൻ്റെ ചെറുത്, എൻ്റെ ചെറുത്, എൻ്റെ ചെറുത്, ഇങ്ങനെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും അടുക്കുക, അതൊക്കെ ശ്രേണീകരണം കേട്ടോ. അതുകൊണ്ട് വരുന്ന എവിടെയാണ്? മൂർത്ത മനോ വ്യാപാര ഘട്ടത്തിൽ കേട്ടോ. ഇന്ദ്രിയ ചാലഘട്ടമാണെങ്കിൽ സെൻസറി, അതായത് സെൻസ് ഓർഗൻസ് വെച്ചുകൊണ്ടുള്ള പരിപാടികൾ. അതുപോലെ പ്രാഗ്മനോപരട്ടമാണെങ്കിൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. അവിടെ ഒരു വാക്കുണ്ട്, ഏതാണ്? അനിമിസം, ഓർക്കുന്നില്ലേ? അതായത് മൃഗങ്ങളെ, നമ്മുടെ തലേണയ്ക്കും ഭാവിക്കും ഒക്കെ എന്താണ് ജീവനുണ്ടെന്ന് കരുതി സംസാരിക്കുക, അതാണ് അനിമിസം ഉദ്ദേശിക്കുക കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. പിന്നെ ഉള്ളത് ഒരേ രീതിയിൽ മാത്രം ചിന്തിക്കാൻ കഴിയുക. എന്താണ്? ഇപ്പം 3, 2, 5 ആണെന്ന് മാത്രം ചിന്തിക്കുക. അതാണെങ്കിൽ ഒരേ രീതിയിലേക്ക് ചിന്തിക്കുക. മൂർത്തനോട്ടാണെങ്കിൽ തിരിച്ചും മറിച്ച് ചിന്തിക്കുക ഇല്ലേ, റിവേഴ്സിബിലിറ്റിയും ഇറിവേഴ്സിബിലിറ്റിയും കേട്ടോ, റിവേഴ്സിബിലിറ്റി ഇറിവേഴ്സിബിലിറ്റി. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാനുള്ള കഴിവുകൾ. പിന്നെ ലോ ഓഫ് മാസ്, ലോ ഓഫ് വോളിയം, ലോ ഓഫ് ഇതെല്ലാം എൻ്റെ അകത്ത് വരുന്നതാണ്. പിന്നെ ഔപചാരിക മനോവ്യവഹാരം എന്താണ്? യുക്തിപൂർവ്വം ചിന്തിക്കുക അല്ലേ, യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രശ്നങ്ങളിലേക്ക് ഇടപെടുക. 11 വയസ്സിന് ശേഷമാണ് ആ ഒരു ഘട്ടം വരേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, കോൾബ്രഗിന്റെ നൈതിക വികാസ സിദ്ധാന്തം അനുസരിച്ച് നിയമം ലംഘിച്ചാൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെ ഭയന്ന്, കണ്ടോ, ആ ഒരു വാക്ക് മാത്രം മതി, ഒരു കുട്ടി നിയമം അനുസരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉൾപ്പെടുന്ന ഏത് ഘട്ടത്തിലാണ്? പൂർവ്വ സദാചാര ഘട്ടത്തിലാണോ, പൂർവ്വ യഥാസ്ഥിത സജാതര ഘട്ടത്തിലാണോ, യഥാസ്ഥിതിക സജാതര ഘട്ടത്തിലാണോ, അതോ യഥാസ്ഥിക ആനന്തര സജാതര ഘട്ടത്തിലാണോ? അതായത് തെറ്റ് ചെയ്താൽ അല്ലേ, നിയമങ്ങൾ ലംഘിച്ചാൽ എന്ത് സംഭവിക്കും? അതിന് പരിണിത ഫലങ്ങളുണ്ടാവും. അതിനെ സംബന്ധിച്ച് കൊച്ച് എന്താണ് നിയമം അനുസരിക്കുവാണെങ്കിൽ അവിടെ എന്താണ് വരേണ്ടത്? ഏതാണ് വരേണ്ടത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ ബി കേട്ടോ, ഓപ്ഷൻ ബി ആണ് വേണ്ടത്. പൂർവ്വ യഥാസ്ഥിത സജാതാര ഘട്ടം, അല്ലെങ്കിൽ അല്ല എ കേട്ടോ, ബി കേട്ടോ, പൂർവ്വ യഥാസ്ഥിതി പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ആയിരുന്നു. അതായത് ശിക്ഷയെ, അല്ലെങ്കിൽ നമ്മൾ നിയമമാണ്, ശിക്ഷയെ ഭയന്നല്ല അനുസരിക്കും, നിയമം ഭയന്നുള്ള നിയമവും അനുസരണവും കേട്ടില്ലായിരുന്നോ, പഠിച്ചില്ലായിരുന്നോ? ആ ഒരു വാക്ക് ഓർത്ത് വെച്ചാൽ കേട്ടോ, നിയമവും അതുപോലെ തന്നെ അനുസരണവും. നിയമം എന്താണ്? അനുസരിക്കാനുള്ളതാണെന്നൊരു കാഴ്ചപ്പാടിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ അവിടെ വരേണ്ടത് പൂർവ്വ യഥാസ്ഥിത സജാതര ഘട്ടം കേട്ടോ, ഓർത്തിരിക്കണം, മറന്ന പോലെ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, നാഡീ സംബന്ധമായ വികാസ ന്യൂനതകൾ തിരിച്ചറിയതിന് ഉപയോഗപ്പെടുത്തുന്ന മൂല്യനിർണ്ണയ ഉപാധി ഏതാണ്? DSM ആണോ, IQ ശോധകമാണോ, DST ആണോ, MMPI ആണോ? ഇതിൽ നമ്മൾ 2 കേട്ടിട്ടുണ്ട് അല്ലേ, IQയും കേട്ടിട്ടുണ്ട്, MMPIയും കേട്ടിട്ടുണ്ട് അല്ലേ. ബാക്കി DSMഉം DSTയും എന്താണ് വ്യത്യാസം? DSM എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീപരമായിട്ടുള്ള വികാസം, അല്ലെങ്കിൽ നാഡീപരമായിട്ടുള്ള എന്താണ് പ്രശ്നങ്ങൾ, ന്യൂനതകൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ DSM യൂസ് ചെയ്യുന്നു കേട്ടോ. DST എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കലായിട്ട് കേട്ടോ, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മെൻ്റലും അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത് കേട്ടോ. IQ നമുക്കറിയാം ഇൻ്റർനാഷണൽ കോൺസ്റ്റൻ്റ് ആണ്. MMPI എന്തിനുള്ള വ്യക്തിത്വം കേട്ടോ, വ്യക്തിത്വം അളക്കാനായിട്ടുള്ള ശോധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, DSM ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പുതിയൊരു ഇതിൽ നിന്ന് വന്ന കേട്ടോ. ഇനിയും പഠനത്തിൻ്റെ വിവിധ മേഖലകൾ പരസ്പര പൂരകങ്ങളാണ്. ഇത് വികാസ പ്രമാണത്തിൽ ഡാഷിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഇതിനപ്പെടുത്തിയിരിക്കുന്നു അനുസ്യൂതമാണോ, വ്യക്തിവിത്യാധിഷ്ഠിതമാണോ, ചാക്രീയമാണോ, അന്യോന്യം ബന്ധമാണോ?
പഠനത്തിൻ്റെ വിവിധ മേഖലകൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം പൂരകങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അതെന്തിനോട് ബന്ധപ്പെട്ടിരിക്കും? പരസ്പരം പൂരകങ്ങളാണ് കേട്ടോ. അതായത് കോംപ്ലിമെൻറ്റ് ടു ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൂരകങ്ങളാണെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അത് എന്തിനോട് ബന്ധമാണ്? കണ്ടിന്യൂറ്റി ആണോ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണോ, അതോ ചാക്രിയം സ്പൈറാലിറ്റി ആണോ, അതോ അന്യോന്യം ബന്ധമാണോ പറയുന്നത്? ഏതാണ് വേണ്ടത്? പരസ്പര പൂരകങ്ങൾ എന്ന് പറഞ്ഞതാണ്. അല്ല കേട്ടോ, ചാക്രിയം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ചാക്രിയം വെച്ചാൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പുറത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പറയുന്ന ചാക്രിയം. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പ്രശ്നം അതല്ല കേട്ടോ. ഇവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഇവിടുത്തെ പ്രശ്നം കണ്ടോ, കോംപ്ലിമെൻ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. പരസ്പര പൂരകങ്ങളാണെങ്കിൽ അത് അന്യോന്യം ബന്ധമാണ് കാണിക്കുക കേട്ടോ. ചാക്രിയം നമ്മുടെ ബ്രൂണർ പറഞ്ഞ എന്താണ്? നമ്മുടെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പുറത്തെ ക്ലാസ്സിൽ പഠിക്കുക കേട്ടോ. അതാണ് അവിടെ ചാക്രിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കണം, വിട്ടുപോകരുത് കേട്ടോ. പിന്നെയുള്ളത് അനുസ്യൂതം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ. വികാസമൊക്കെ അനുസ്യൂതമാണെന്ന് പറഞ്ഞാൽ വികാസത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമുക്ക് എന്തെടുക്കാൻ പറ്റും? നമുക്ക് നമ്മുടെ എന്നാ പറയുന്നത്, ഒരു വളർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വികാസം നടന്നതിന് ശേഷമാണ് അടുത്ത വികാസശേഷി നടക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തി വ്യത്യാസം അല്ലേ, അതായത് ഓരോ വ്യക്തികളിലും ഓരോരോ വ്യത്യാസം എന്താണ്, വ്യക്തി വ്യത്യാസം അനുസരിച്ചാണ് നമ്മുടെ എന്ത് നടക്കുന്നത്, നമ്മുടെ ബോഡിലി കൈൻഡിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വ്യക്തിത്വവും അതുപോലെ തന്നെ വികാസവും വളർച്ച എല്ലാം തന്നെ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ചാക്രിയം പറഞ്ഞോ. അവിടെ മൈക്ക് ഓണാന്ന് തോന്നുന്നു കേട്ടോ. അഞ്ചു മൈക്ക് ഒന്ന് ഓഫാക്കിക്ക് അഞ്ചു. ഓക്കെ, അടുത്തത് ചാക്രിയം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രൂണർ കണ്ടുപിടിച്ചല്ലേ. അതായത് ഒരു ക്ലാസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്, നമ്മുടെ ചാക്രിയം. പിന്നെ അന്യോന്യം എന്ന് വെച്ചാൽ ഒന്നൊന്നിനോട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുക കേട്ടോ. അന്യോന്യം നമ്മൾ ഇൻ്റർ റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ച് പഠിക്കുന്നതാണ് അന്യോന്യം ബന്ധം കൊണ്ട് ഉദ്ദേശിക്കും കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. യെസ്, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വിദ്യാർത്ഥി തൻ്റെ പരാജയങ്ങളെ അംഗീകരിക്കപ്പെടാവുന്ന കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കാൻ തരം സമായോജനം ഏതാണ്? എന്താണ്? ഒരു വിദ്യാർത്ഥി തൻ്റെ പരാജയങ്ങളെ അംഗീകരിക്കപ്പെടാവുന്ന കാരണങ്ങളാൽ കൊണ്ട് ന്യായീകരിക്കാൻ തരം സമായോജനം ഏതാണ്? പ്രക്ഷേപണമാണോ, അനുപൂരണമാണോ, താതാത്മീകരണമാണോ, യുക്തീകരണമാണോ? അതായത് ഒരു കൊച്ചിൻ്റെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്തു? അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവൻ ന്യായീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഏത് തരം സമായോജന ക്രിയാതന്ത്രമാണ്? ഏതാണ്? പറഞ്ഞത് ശരിയാണ്, ഇറ്റ്സ് യുക്തീകരണം കേട്ടോ. യുക്തീകരണമാണ് അവിടെ വരേണ്ടത് കേട്ടോ. സമായോജന ക്രിയാതന്ത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്ക് എന്ന് പറയുന്നത്, കാരണം നമ്മുടെ ക്ലാസ് മുറിയിൽ നമ്മൾ ഇതുപോലുള്ള കുട്ടികളെല്ലാം കാണുമ്പോൾ നമ്മളത് ആദ്യമേ മനസ്സിലാക്കണം. കൊച്ച് ഉടായിപ്പാണോ പറയുന്നതെന്ന് നമ്മൾ അധ്യാപകരായി നമ്മൾ ആദ്യമേ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമായോജന ക്രിയാതന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വരണം കേട്ടോ. ഒരു പക്ഷേ പിള്ളേരുടെ പരീക്ഷ സമയത്തും അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മൾ യൂണിറ്റ് ടെസ്റ്റിൻ്റെ അതുപോലെ തന്നെ മെയിൻ എക്സാമിൻ്റെ സമയത്തും ടെസ്റ്റ് പറയുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ സമായോജനങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, എന്താണ് കൊച്ചവിടെ ഉദ്ദേശിക്കുന്നത്, ഏത് തന്ത്രമാണ് അവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് അതിനെ നമ്മൾ സൈക്കോളജിക്കലായിട്ട് കൊച്ചിനെ അപ്പുറം ചെയ്ത് നോക്കട്ടോ. അതാണ് ഇവിടെ യുക്തീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പ്രത്യക്ഷ നിയമം ഏതാണ്? പ്രത്യക്ഷണ നിയമം കേട്ടോ. പ്രത്യക്ഷണ നിയമം ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചത്. അപ്പം പ്രത്യക്ഷണ നിയമം ഏതാണ്? ചോദക വിവേചന നിയമമാണോ, സമ്പൂർണ്ണ നിയമമാണോ, വിലോപ നിയമമാണോ, പുനഃപ്രാപ്തി നിയമമാണോ? ഏതാണ് പ്രത്യക്ഷണ നിയമം? പ്രത്യക്ഷണ ലോ ഓഫ് പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയത്തില്ല, അതായത് നേരിട്ട് കാണാവുന്ന നിയമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദക വിവേചനമാണോ, സമ്പൂർണ്ണ നിയമമാണോ, വിലോപ നിയമമാണോ, പുനഃപ്രാപ്തി നിയമമാണോ? ഇതിൽ ഓപ്ഷൻ നോക്കിയാലേ മനസ്സിലാവും. ലോ ഓഫ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 3-4 പേര് വേറെ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ മാത്രമേ ഈ പറഞ്ഞ ആളുമായിട്ട് കണക്ട് ചെയ്ത് നിൽപ്പുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലോട്ട് വരാം. അതറിയാവോ ആരൊക്കെ ഇവിടെ വ്യത്യാസം വന്നതെന്ന്? മനസ്സിലായോ? ഏതാ വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് വരേണ്ടത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. സമ്പൂർണ്ണ നിയമമാണ് വരേണ്ടത്. പക്ഷേ ബാക്കി ചോദക വിവേചന നിയമവും വിലോപ നിയമവും പുനഃപ്രാപ്തി നിയമവും ആരുടെയാ? നമ്മുടെ പാവ്ലോവിൻ്റെ. ശരിയല്ലേ? പാവ്ലോവിൻ്റെ ആണ്. ബാക്കിയുള്ള നമ്മുടെ ഗസ്റ്റാൾട്ട് നിയമത്തിൽ വരുന്നതാണ് ഈ പറഞ്ഞ ലോ ഓഫ് ക്ലോസർ, ലോ ഓഫ് സിമിലാരിറ്റിയും ലോ ഓഫ് ഇതെല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം. അപ്പം പ്രത്യക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ നേരിട്ട് കാണുക, സമ്പൂർണ്ണമായിട്ട് നമ്മൾ കാണുക. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഇങ്ങനൊരു വട്ടം വരച്ചാൽ ഇല്ലേ, കുത്തിട്ടൊരു വട്ടം വരച്ചാൽ നമുക്ക് വട്ടമായിട്ട് തോന്നുക.
ഇങ്ങനെ ഒരു രൂപം വരച്ചാൽ അല്ലേ, ഇങ്ങനെ രൂപം വരച്ചാൽ നമുക്കൊരു വീടായിട്ട് തോന്നുക. ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ നിയമത്തിനകത്ത് വരുന്നതാണ്. അപ്പോൾ അത് എപ്പോഴും കണ്ടുപിടിച്ചത് ഗസ്റ്റാൾട്ടിസം കേട്ടോ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓപ്ഷനിലേക്ക് ആൾക്കാരെ നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ഓപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കും. ഇനിയും കുട്ടികളുടെ പെരുമാറ്റ വൈകര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ്? കണ്ടോ, കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ്? കർക്കശമായ അച്ചടക്കം നടപ്പിലാക്കുക, എല്ലാ കുട്ടികൾക്കും വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നൽകുക, പ്രശ്നക്കാരായ കുട്ടികളെ തരംതിരിച്ച് സ്കൂൾ പ്രവർത്തനത്തിൽ നിന്നും സ്കൂൾ പ്രവർത്തനം അവരെ വിലക്കുക, PTA യോഗങ്ങളിൽ വിഷയം ചർച്ച ചെയ്ത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഏതാണ് ആൻസർ വരേണ്ടത്? അതായത് കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളെ പെരുമാറ്റ വൈകല്യം കേട്ടോ, പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങളല്ല, പെരുമാറ്റ വൈകല്യം, അതിനെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ്? നമ്മുടെ എല്ലാ കുട്ടികൾക്കും വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നൽകുക. ഇല്ല, ഒരാളെ പിടിച്ച് ലീഡറാക്കുക, മറ്റേയാളെ സ്കൂളിൻ്റെ ലീഡറാക്കുക, പിന്നെ മറ്റേയാളെ സ്കൂളിലെ ക്ലീനിങ് കാര്യങ്ങൾ നോക്കുക, പിന്നെ ഒരാളെ ആരൊക്കെ നേരത്തെ വരും താമസിച്ചു പോകുന്നതെന്നൊക്കെ പറയാനായിട്ട് ഇടുക, ഒരാളെ എല്ലാവർക്കും ഹോംവർക്ക് കൊണ്ടുവരാനും അത് സബ്മിറ്റ് ചെയ്യാനും സ്റ്റാഫ് റൂമിലേക്ക് ഒരാൾ അലോട്ട് ചെയ്യുക, ഒരാളുടെ ടീച്ചർ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ടീച്ചർ അവതരിപ്പിക്കുക. അങ്ങനെ ഓരോ കുട്ടികൾക്കും വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മളറിയത്തില്ല, നമുക്ക് അറിയില്ല, നമ്മൾ ടീച്ചർമാരായിരിക്കും, നമ്മൾ വീക്കിലി ലീഡേഴ്സിനെ ചേഞ്ച് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. മനസ്സിലായി? അതായത് നമ്മൾ ഓരോ വീക്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിലും ഓരോ ലീഡറെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതല്ല കേട്ടോ, ഏറ്റവും നല്ലതാണ്. കാരണം എല്ലാ കുട്ടികൾക്കും നമ്മുടെ ക്ലാസ്സിലെ സ്ട്രെങ്ത് നോക്കുക, ഒരു വർഷം മൊത്തം നമ്മൾ സ്ട്രെങ്ത് നമുക്കറിയാലോ, ഒരു വർഷത്തിൽ എത്ര ഇതിൽ കൊച്ചുങ്ങൾ ലീഡറായിട്ട് വരാനുള്ള ഒരു ഡിവിഷൻ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാമെങ്കിൽ എല്ലാ കുട്ടികൾക്കും ലീഡർഷിപ്പ് മെൻറ്റാലിറ്റി വരും. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ നമ്മളപ്പോൾ തിരഞ്ഞെടുക്കുക, ഇന്ന കാര്യങ്ങൾ ഇന്നയാൾ ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ അച്ചടക്കം ഇവർ നോക്കണം, അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ വൃത്തി കാര്യങ്ങൾ ഇവർ നോക്കണം, ടീച്ചർ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഇവർ നോക്കണം, ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ ഇന്ന കുട്ടീനെ ബന്ധിപ്പിക്കണം, ടീച്ചർമാരോട് സംസാരിക്കാണ്ട് ഇന്ന കുട്ടി, ഇല്ലേ, ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അത് എല്ലാവരെയും കൂടി പറഞ്ഞ് സെറ്റാക്കിക്കാൻ ഒരാൾ, അങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങൾ നൽകുവാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് നമ്മളെടുക്കുക എന്ന് പറയാനും ഒരാൾ, അല്ലേ, അങ്ങനെയുള്ള ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ, ചെറുതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മതി, അത് നമുക്ക് കൊടുക്കാമെങ്കിൽ കുട്ടികൾക്ക് ജീവിതത്തിൽ ഉത്തരവാദിത്തബോധം ഉണ്ടാവും. പിന്നെ നമുക്ക് ശനിയാഴ്ച നമുക്കറിയാലോ, വെള്ളിയാഴ്ച നമ്മുടെ എന്തെങ്കിലും ആക്ടിവിറ്റി പീരീഡ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാൾ, ഒരു MC അല്ലെങ്കിൽ മൈക്ക് കൺട്രോൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു MC ആയിട്ട് ഒരാൾ, അതെല്ലാ ആഴ്ച ഷിഫ്റ്റ് ചെയ്യണം, ഓരോ ഡ്യൂട്ടീസ് അവരെ ഇങ്ങനെ മാറി മാറി കൊടുക്കണം. അപ്പോൾ എന്താണ് അവരുടെ പെരുമാറ്റ വൈകല്യം. ഒരു പക്ഷേ നമുക്കറിയാലോ, ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഏറ്റവും ഇരിക്കുന്ന ഒരു പ്രശ്നമാണ് സമൂഹത്തിന് മുന്നിറങ്ങി സംസാരിക്കുക, അല്ലേ, ഏറ്റവും പ്രശ്നമുള്ളൊരു മേഖലയാണ് ഈ പറഞ്ഞ കുട്ടികളെ പുറത്തിറങ്ങി സംസാരിക്കാനായിട്ടുള്ള മടി. കാരണം ഈ ഫോണിന് അഡിക്റ്റ് ആയിട്ട് അവർ കാണുന്ന എല്ലാം ലോകത്താണ്. അപ്പോൾ അവിടുന്ന് വരെ പുറത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയുള്ള ചില മാർഗ്ഗങ്ങൾ നമ്മൾ സ്കൂളിൽ വെച്ചേ തുടങ്ങണം. കാരണം മറ്റൊരാളുടെ നമ്മൾ ചെന്ന് പറഞ്ഞാലും ഇറ്റ്സ് ഓക്കെ, അല്ലേ, കുഴപ്പമൊന്നുമില്ല എന്നവർക്കൊരു ബോധ്യം വരണം. അപ്പം മുതിർന്നവരായിട്ടും ചെറിയവരായിട്ടും അവരെക്കാളും സമപ്രായക്കാരായിട്ടും അവരെക്കാളും പ്രായം കുറഞ്ഞവരുമായിട്ടും അവരെക്കാളും കുറച്ച് മൂത്തവരായിട്ടും, അല്ലേ, അതുപോലെ തന്നെ പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലും ആണും പെണ്ണും തമ്മിലും പെണ്ണും തമ്മിലും പെണ്ണും ആണും തമ്മിലും ഒക്കെയുള്ള സൗഹൃദ ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ഈ പറഞ്ഞ പെരുമാറ്റങ്ങൾ സഹായിക്കും. അപ്പം അത് വളർത്തിയെടുക്കുക. നമ്മൾ ഓരോരോ ഡ്യൂട്ടീസ് കുട്ടികൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നില്ല. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോഴേ കണ്ടുപിടിക്കണം ഓരോ കൊച്ചിനും. നമുക്കറിയാലോ സ്ട്രെങ്ത് ഇപ്പോഴേ അറിയാം, 10-40 പിള്ളേരെ കാണത്തുള്ളൂ. ഒരു 40 ഡ്യൂട്ടീസ് നമ്മൾ അസൈൻ ചെയ്യുക, അതെല്ലാ ആഴ്ച ഷിഫ്റ്റ് ആക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എല്ലാ ഉത്തരവാദിത്ത ബോധങ്ങളും വരും കേട്ടോ. ആ കാര്യങ്ങൾ പ്രത്യേകം ഒരാളെ ഹോംവർക്ക് എല്ലാവരും ചെയ്തോ എന്ന് ചെക്ക് ചെയ്യുക, അവരുടെ പേര് എഴുതിക്കൊണ്ട് വരാം ഒരാളെ. അപ്പം നമുക്കറിയാലോ കൊച്ചു ക്ലാസ്സിൽ പിള്ളേർക്ക് ലീഡറാണ് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടീസ് കൊടുക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനെ അവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ അവരൊന്ന് പ്രൊമോട്ട് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും സീറ്റ്സോ ചെറിയൊരു സ്റ്റാറൊക്കെ നമുക്ക് വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ അവർ വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കും കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർക്കും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നൽകിയാൽ നമുക്ക് ഈ പറഞ്ഞ പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ അവരുടെ ബിഹേവിയർ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിലെ പരിശീലന പരിപാടി വിലയിരുത്താനും നിരീക്ഷിക്കാനും സഹായിക്കുന്ന നിയമം ഏതാണ്? RCA ആക്ട് ആണോ, PWD ആക്ട് ആണോ, RTE ആക്ട് ആണോ, ID ആക്ട് ആണോ? ഏതാണ്? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിലെ പരിശീലന പരിപാടികൾ വിലയിരുത്താനും നിരീക്ഷിക്കുവാനായിട്ടുള്ളത് ഏതാണ്? നമ്മൾ പഠിച്ചതാ ഏറ്റവും ആദ്യം വന്ന റീഹാബിലേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. ഏതാണ് വരേണ്ടത്? ഏതാ അത്? റീഹാബിലേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഷോർട്ട് ഫോം ഏതാ? ഇതിൻ്റെ കിടപ്പുണ്ട്. ഏതാ? RCI കേട്ടോ. അതാണ് ആദ്യം വന്ന നിയമം നമ്മൾ പഠിച്ചത് അല്ലേ. അതിനകത്തുള്ള RCI ആയിട്ട് PWD ആക്ട് അല്ലേ കേട്ടോ. സ്പെഷ്യൽ എഡ്യൂക്കേഷനകത്ത് പരിശീലനം വിലയിരുത്താനും നിരീക്ഷിക്കാനും സഹായിക്കുന്ന നിയമം RCI റീഹാബിലേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ കേട്ടോ. അതിനുശേഷമാണ് PWD ആക്ട് വന്നത് കേട്ടോ. PWD ആക്ട് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് വന്നു. അതിനുശേഷമാണ് RPWD ആക്ട് വന്നത് കേട്ടോ. ആ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം.
പിന്നെ RT ആയിട്ട് റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് കേട്ടോ. ആ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഇനിയും വളരെ മിടുക്കനായിരുന്ന രാജേഷ് 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ്റെ പ്രത്യക്ഷ നിലവാരത്തിലെത്തുന്നില്ല. ഇവൻ്റെ ഈ പ്രശ്നത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്താണ്? കാരണം അവൻ 10ാം ക്ലാസ് വരെ അല്ല 8ാം ക്ലാസ് അല്ല 9ാം ക്ലാസ് വരെ അവൻ വളരെ മികച്ച രീതിയിൽ പഠിക്കുന്നൊരു കൊച്ചായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ്റെ നിലവാരത്തിനനുസരിച്ച് അവൻ എത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിലെ പ്രധാനമായിട്ടുള്ള കാരണം എന്താണ്? സഹപാഠികളുടെ സ്വാധീനമാണോ, കുടുംബ പശ്ചാത്തലമാണോ, സാമുദായിക സംഘർഷങ്ങളാണോ, സ്കൂൾ അന്തരീക്ഷമാണോ? എന്താണ് ഏറ്റവും ഒന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞ് എന്തായിരിക്കും ഏറ്റവും കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രായം നോക്കണം. കണ്ടോ, ഏതാ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിലാകുമ്പോൾ കൊച്ചിൻ്റെ പ്രായവും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് പോകാൻ. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 10ാം ക്ലാസ്സിലാകുമ്പോൾ കൊച്ചിൻ്റെ ബിഹേവിയറായിട്ടൊരു ചേഞ്ച് വരണമെങ്കിൽ എന്തായിരിക്കും അവിടെ പ്രശ്നം വരേണ്ടത്? സഹപാഠികളുടെ സ്വാധീനം കൊണ്ടാണോ, അതോ കുടുംബത്തിലുള്ള പശ്ചാത്തലം കൊണ്ടാണോ, അതോ സാമുദായിക പ്രശ്നങ്ങൾ കൊണ്ടാണോ, അതോ സ്കൂൾ അന്തരീക്ഷം കൊണ്ടാണോ? ഒബ്വിയസ്ലി ഏതാണ് നമ്മുടെ പിയർ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സഹപാഠികളുടെ സ്വാധീനം. കാരണം ആ ഒരു പ്രായത്തിലുള്ളത് കേട്ടോ, അത് ആരുടെയും കുഴപ്പമില്ല. ആ ഒരു പ്രായത്തിൽ പിള്ളേർ പിന്നെ ഒരു പഠിച്ച് മാർക്കൊക്കെ കുറഞ്ഞ് ഒരു ബോധം വീരുമ്പോഴാണ് അയ്യോ ഇനിയും പഠിക്കണമല്ലോ അല്ലെങ്കിൽ ഇനിയും രക്ഷപ്പെടണമല്ലോ ചിന്ത വരുമ്പോഴാണ് കുട്ടികളപ്പോൾ സമയം വളരെ കടന്നു പോയിരിക്കും. അപ്പം നമ്മൾ വളരെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ വളരെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാലഘട്ടമാണ് ഈ പറഞ്ഞ 10 കൗമാര കാലഘട്ടം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ പറഞ്ഞ കാലഘട്ടം കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം നോക്കണം. നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലേ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരു 10ാം ക്ലാസ്സിൽ കയറുന്ന കുട്ടികളുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ 10, 11, 12 ഭയങ്കര നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞാലും അവരൊരു അംഗീകരിക്കേണ്ട ഒരു മനോഭാവം കാണിക്കത്തില്ല. അപ്പോൾ അവിടെ ഒരു നല്ല രീതിക്ക് വരുന്ന പിള്ളേരും ഉണ്ട്. പക്ഷെ മജോറിറ്റി ഇങ്ങനെ മാറിപ്പോകുക. കൂട്ടുകാരെന്ത് പറയുന്നത് അതാണ് അവർക്ക് വേദവാക്യം. അപ്പോൾ അതിലേക്ക് പോകുന്നത്. അതുകൊണ്ട് സഹപാഠികളുടെ സ്വാധീനമാണ് അവിടെ പ്രശ്നമായിട്ട്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് കൂടി നോക്കണം കേട്ടോ. ക്ലാസ്സും കൂടി നോക്കിയിട്ട് വേണം പോകാൻ ആൻസറിലേക്ക് പോകാനായിട്ട്. ഇനിയും സമപ്രായക്കാരെ പോലെ പഠനം നടത്താൻ കഴിയാത്തതും പൊതുവെ താഴ്ന്ന പഠന നിരക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? പഠന പിന്നോക്കാവസ്ഥയാണോ, മാനസിക വെല്ലുവിളി നേടുന്നവരാണോ, സാമൂഹികമായി മാറ്റി നിർത്തുന്നവരാണോ, അണ്ടർ അച്ചീവേഴ്സ് ആണോ? സമപ്രായക്കാരെ പോലെ പഠനം നടത്താൻ കഴിയാത്തതും അതുപോലെ തന്നെ താഴ്ന്ന പഠന നിരക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? എന്താണ് പറയുന്ന പേര്? ലേണിംഗ് ബാക്ക്വേർഡ്നെസ് ആണോ, മെൻ്റലി ചലഞ്ചർ ആണോ, സാമൂഹിക പരമായിട്ടുള്ള നിലനിർത്തപ്പെടുന്നവരാണോ, അണ്ടർ അച്ചീവേഴ്സ് ആണോ? എന്തായിരിക്കും? പഠന പിന്നോക്കാവസ്ഥ കറക്റ്റാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ശരിയാണ് പറഞ്ഞ ഒരു പോയിന്റ് വരെ ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. സമപ്രായക്കാർ പഠനം നടത്താൻ കഴിയുമ്പോഴും പൊതുവെ താഴ്ന്ന പഠന നിരക്ക് പ്രകടിപ്പിക്കുന്നവരാണ്. അതായത് അവർക്ക് പഠന വൈകല്യം അല്ല ഉള്ളത്. മനസ്സിലായോ? ഇതൊക്കെ പഠന വൈകല്യം വെച്ചാൽ നമ്മൾ പഠിച്ച പോലെ ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്നൊക്കെ പറയുന്ന പോലെ പഠന വൈകല്യം വെച്ചാൽ ഏതെങ്കിലും ഒരു ഇതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും പഠന വൈകല്യങ്ങൾ, പഠന പിന്നോക്കാവസ്ഥയ്ക്ക്. പക്ഷേ മെൻ്റലി ചലഞ്ചഡ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ കീക്കകത്ത് വന്നത് മെൻ്റലി ചലഞ്ചഡ് ആയിരുന്നു വന്നത്. കാരണം മാനസിക വെല്ലുവിളി നേടുന്ന കുട്ടികൾക്കായിരിക്കും സമപ്രായക്കാർ ഒരുപക്ഷെ അവരുടെ കുടുംബ പശ്ചാത്തലമാകാം, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന പ്രശ്നങ്ങളാകാം, സമൂഹമാകാം, അല്ലെങ്കിൽ അവർ സമപ്രായക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളാകാം. ഇതൊക്കെ മൂലം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വഴക്കുകളോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ആകാം. അതുകൊണ്ട് അവരുടെ അവരുടെ കൂടെയുള്ള പിള്ളേരെ പോലെ അവർക്ക് പഠനം നടത്താൻ കഴിയത്തില്ല. അതുപോലെ തന്നെ അവരെക്കാളും കുറച്ചുകൂടി താഴ്ന്ന ലെവലിലേക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ വരേണ്ടത് മാനസിക വെല്ലുവിളി നേരിടുന്നത് കേട്ടോ. ഒബ്വിയസ്ലി നമ്മൾ പഠന പിന്നോക്കാവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷേ ആ 2 ഓപ്ഷൻ കിടക്കുന്നുണ്ട്. നമുക്ക് ഒബ്വിയസ്ലി പോകേണ്ടത് മാനസിക വെല്ലുവിളി നേരിടുന്നവരെ കാരണം ആൻസർ കീയിൽ വന്നത് മാനസിക വെല്ലുവിളി നേരിടുന്നവരായിരുന്നു കേട്ടോ. മെൻ്റലി ചലഞ്ചഡായിട്ടുള്ള കുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നം നേരിടുന്നതെന്നാണ് കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ കാണുമ്പം കൺഫ്യൂസിങ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഓക്കെ, ക്വസ്റ്റ്യൻ അത്ര സുഖകരമല്ല. ശരിയാണ് പറഞ്ഞത് കേട്ടോ. ക്വസ്റ്റ്യന് ഇറ്റ്സ് മൈറ്റ് ഓഫ് കൺഫ്യൂസിങ് അല്ലേ? ശരിയാണ് പറഞ്ഞത്, ശരിയാണ്. പക്ഷേ ഏതൊരു വ്യക്തിയും ഒരു പഠിച്ചിരിക്കുന്ന ഒരാൾ ഒബ്വിയസ്ലി പോകുന്ന ആൻസർ ഓപ്ഷൻ എയിലേക്കായിരിക്കും അല്ലേ? പക്ഷെ അവിടെ നേരെ തിരിച്ച് ഇങ്ങനെ പൊതുവേ താഴ്ന്ന പഠന നിരക്ക് സമപ്രായക്കാരെ പോലെ പ്രകടിപ്പിക്കാത്ത ആൾക്കാരെ നമ്മൾ മാനസിക വെല്ലുവിളി നേരിടുന്നവർ, അതായത് മെൻ്റലി കുറച്ച് പ്രശ്നങ്ങളുള്ള കുട്ടികളെയാണ് നമ്മളങ്ങനെ വരുന്നത് കേട്ടോ. ആ കാര്യം പക്ഷേ നോക്കിക്കാണെങ്കിൽ ബാക്കിയുള്ള അണ്ടർ അച്ചീവറും അതിൻ്റെ ഒരു ഗണത്തിൽ തന്നെ വിടുന്നത് അല്ലേ? പക്ഷേ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയില്ല. ഓപ്ഷൻ ബിയിൽ അവർ ആൻസർ കൂട്ടി ഉറപ്പിച്ചു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുന്ന സ്വയം മതിപ്പിന് പറയുന്ന പേരെന്താണ്? ഞാനിപ്പോൾ എന്നെക്കുറിച്ച് എൻ്റെ മനോഭാവങ്ങളെ ഞാൻ വിലയിരുത്തുക, കുഴപ്പമില്ല, കൊള്ളാം അല്ലേ? അങ്ങനെയാണെങ്കിൽ അതൊരു സ്വയം മതിപ്പോടെ വരും ഇല്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം, അപ്പം കുറേയൊക്കെ നല്ലതാണ് ഞാൻ ചെയ്യുന്നത്, അപ്പം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? സെൽഫ് എസ്റ്റീം, ആത്മാധാരമാണോ,
ആത്മാഭിമാനമാണോ, ആത്മബോധമാണോ, ആത്മവിശ്വാസമാണോ? ഏതാണ് വരേണ്ടത്? നമ്മുടെ സ്പീച്ചിലൊക്കെ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ എപ്പോഴും പറയുന്നതിനകത്ത് പറയുന്നൊരു വാക്ക് ഏതാണ്? നമ്മുടെ സെൽഫ് എസ്റ്റീം കേട്ടോ. ആത്മാതരമാണ് വരുന്നത് കേട്ടോ, ആത്മാതരമാണ് അവിടെ വരുന്നത്. സെൽഫ് എസ്റ്റീം ആണ് കേട്ടോ. സെൽഫ് റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ നമ്മളോട് തന്നെ ഒരു എന്താണ് റെസ്പെക്റ്റ് തോന്നുക, ഒരു എന്താ പറയുക, നമ്മളൊരു ബഹുമാനം തോന്നിക്കത്തില്ല, അതാണ് കേട്ടോ. ആത്മബോധം എന്ന് വെച്ചാൽ എന്നാണ്? ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റും, എന്നെ എന്തൊക്കെ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് സെൽഫ് കോൺസെപ്റ്റ്. ഇനി ആത്മവിശ്വാസമോ സെൽഫ് കോൺഫിഡൻസ്, എന്നെക്കൊണ്ട് യെസ് ഐ ക്യാൻ അല്ലേ, എനിക്ക് ജയിക്കാം, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷ കിട്ടും, അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ്, ഞാൻ ഇത്രയൊക്കെ പഠിച്ചതാണ്, എന്നെക്കൊണ്ട് പറ്റും എന്നൊരു ഇത് വരുന്നതാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വരേണ്ടത് സെൽഫ് എസ്റ്റീം വരണം കേട്ടോ. എപ്പോഴും നമ്മുടെ നല്ല നല്ല ആൾക്കാരുടെ സ്പീച്ചിലൊക്കെ എപ്പോഴും കിടന്ന നമ്മുടെ സെൽഫ് എസ്റ്റീം എന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒരു വാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ആൾക്കാരുടെയൊക്കെ സ്പീച്ചിൽ കേട്ടോ, ചുമ്മാ ഈ കളകള പറയുന്ന ആൾക്കാരുടെ അല്ല, നല്ല സ്പീച്ചുകൾ പറയുന്ന വ്യക്തികളുടെ അവരിടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്നൊരു വാക്കാണ് ഈ പറഞ്ഞ ആത്മധാര. തന്നെക്കുറിച്ചുള്ള മനോഭാവത്തിലൂടെ തന്നെ വിലയിരുത്തണം അല്ലേ. അങ്ങനെ വിലയിരുത്തി നമ്മുടെ സ്വയം രൂപപ്പെടുത്തി എടുക്കുന്ന മതിപ്പിന് പറയുന്ന പേരാണ് സെൽഫ് എസ്റ്റീം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വളരെ സങ്കീർണമായൊരു പ്രവർത്തനം പ്രകടിപ്പിക്കുന്ന അവസരത്തിൽ ടീച്ചർ കുട്ടികൾക്ക് പ്രബലനം നൽകുന്നു. നോക്കണം കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായിട്ട് പ്രബലന ഷെഡ്യൂൾ ഏതാണ്? അതായത് നമ്മൾ ഓരോരോ ഇതിൽ വരുമ്പോൾ കുട്ടികൾക്ക് പ്രബലനങ്ങൾ നൽകും. ഇപ്പം നിങ്ങളാണല്ലോ എൻ്റെ അടുക്ക ഒരു കാര്യം മിടുക്കി കൊള്ളാം അല്ലേ, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രബലനമാണ് അല്ലേ. അതെങ്ങനെ നൽകുന്ന ഒരാൾ എന്താണ് അനുയോജ്യമായിട്ടുള്ള പ്രബലന ഷെഡ്യൂൾ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ ചെയ്യേണ്ട ഒരു രീതിയാണ്. അനുസ്യൂത പ്രബലനമാണോ, നിശ്ചിത സമയക്രമ പ്രബലനമാണോ, നിശ്ചിത എണ്ണ പ്രബലനമാണോ, വ്യത്യസ്ത പ്രബലനമാണോ ഏറ്റവും നല്ലത്? കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഏതായിരിക്കും? ഏതാ വേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് പ്രബലനം നൽകുന്നതാണെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രബലന ഷെഡ്യൂൾ ഏതാണ്? നമ്മൾ പറഞ്ഞ ഉത്തരം ഡി ആണ്. വ്യത്യസ്ത പ്രബലനത്തിലേക്കാണ് എല്ലാവരും ഓടുന്നത്, പക്ഷേ വ്യത്യസ്ത പ്രബലനമല്ല ആൻസർ കേട്ടോ. അതായത് അനുസ്യൂത, അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. വ്യത്യസ്തത എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്നിൽ നിന്ന് മാറ്റി മറ്റൊന്നിലേക്ക് നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടോ സങ്കീർണമായൊരു പ്രവർത്തനം പ്രകടിപ്പിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും ഒരു എന്താണ് കോംപ്ലക്സ് ടാക്സ് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടി ചെയ്യുമ്പോൾ അവിടെ ടീച്ചർ നൽകേണ്ട പ്രബലനം കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ചെയ്യണം. കാരണം അത് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അത് തുടരെ ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് എനിക്കത് ചെയ്താൽ ഇത് കിട്ടും, അല്ലെങ്കിൽ എങ്ങനെ ചെയ്താൽ ടീച്ചറിനെ നാല് പേരുടെ മുന്നിൽ പൊക്കി പറയും, അല്ലെ അസംബ്ലിക്ക് ടീച്ചർ വിളിച്ചു പറയും, അല്ലെ അസംബ്ലിക്ക് ടീച്ചർ HM-നോട് പറഞ്ഞ് HM എനിക്കൊരു മുട്ടായി അല്ലെങ്കിൽ ഒരു പേന തരും. അങ്ങനെ വരുമ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രബലനമാണ് കേട്ടോ. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അവിടെ വരേണ്ടത് കേട്ടോ. ഓർത്തിരിക്കണം, ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓർത്തിരിക്കണം ഈ പറഞ്ഞതെല്ലാം തന്നെ കേട്ടോ. ഓപ്ഷൻ്റെ അകത്ത് മാറി മാറി വരുന്നതാണ്. അതിലേറ്റവും നമ്മൾ ആളുടെ സ്കൂളിൽ ചെന്നാൽ അനുസ്യൂതമായിട്ടൊരു പ്രബലനം കുട്ടികൾക്ക് കൊടുത്ത് പഠിക്കണം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്ന് പക്ഷേ കുട്ടിയെ ഒന്ന് എണ്ണിപ്പിച്ചൊന്ന് കൈയടിക്കാൻ പറഞ്ഞാൽ എല്ലാവരോടും കുട്ടികളെ സംബന്ധിച്ച വലിയ കാര്യമാണ്. മനസ്സിലായി? എന്തെങ്കിലും ഒരു കാര്യം ഹോംവർക്ക് ചെയ്ത് വന്ന് എല്ലാവരും ഒന്ന് എണ്ണീറ്റേ എന്ന് എല്ലാവരും ഒന്ന് കൈയടിച്ച് അവർക്ക് വേണ്ടി കൈയടിച്ചെന്ന് പറയണം കേട്ടോ. അപ്പോൾ എന്താണ് അവർ എല്ലാവരും മുന്നേ പൊങ്ങി. ഇനി അവർക്ക് കുറച്ച് പിള്ളേരൊക്കെ ഉള്ളെങ്കിൽ അവർ അസംബ്ലിക്ക് വിളിച്ചിട്ടില്ല ഇന്ന വർക്കുകളൊക്കെ ഇവർ ചെയ്തു, ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഈ കുട്ടികൾ യാതൊരു മടുപ്പും കൂടാതെ ചെയ്തെന്നോ അസംബ്ലിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു എല്ലാ ക്ലാസ്സിൻ്റെ മുന്നിൽ വെച്ച് ആ കുട്ടികൾ സ്ഥിരമായിട്ട് ചെയ്യും. മനസ്സിലായി? കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ ഏറ്റവും പറ്റിയ മെത്തേഡ് അതൊക്കെ. 4 പേരുടെ മുന്നിൽ അവരെ പുകഴ്ത്തി പറയുക, ഒന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പുകഴ്ത്തി പറയുക കേട്ടോ. പ്രത്യേകിച്ച് പുറകെ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ 4 പേരുടെ മുന്നിൽ പൊക്കി പറഞ്ഞു, അവർ പിന്നെ അത് കേൾക്കാനായിട്ട് ഒന്ന് കേട്ടതല്ലേ ഇനിയും താഴെ പോയാൽ പ്രശ്നം, അവർ വീണ്ടും അതിലേക്ക് വരാൻ നോക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഒരു റീഇൻഫോഴ്സർ കൊടുക്കുകയാണെങ്കിൽ അവരവിടുന്ന് കര പിടിച്ച് കയറി വരും കേട്ടോ. അപ്പോൾ അവിടെ അനുസ്യൂത പ്രബലനമാണ് അവിടെ വരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൂടി കണ്ടുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചുമന്നുകൊണ്ടെന്നാലും ക്വസ്റ്റ്യൻ സ്കൂളിൽ അടുത്ത ആഴ്ച തുടക്കുമല്ലോ. അപ്പോൾ സ്കൂളിൽ നമ്മൾ തുടക്കം തൊട്ട് ചെയ്യണം, അല്ലാതെ ഒരു ഇത് ചെന്നിട്ട് ചെയ്തു പിന്നെ അത് തീർന്നു പോയി പിന്നെ ചെയ്യാൻ ഓർത്ത് നമ്മളൊന്ന് മടി കാണിച്ചാൽ ഒബ്വിയസ്ലി അത് താഴ്പ്പും. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക ജില്ലയിൽ നിൽക്കുകയാണെങ്കിൽ പിള്ളേരും അതിനോട് ഇടിച്ചിടിച്ച് നിൽക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, നിലവിലുള്ള ഒരു പ്രശ്നത്തിന് അടിയന്തര ശാസ്ത്രീയ പരിഹാരം കണ്ടെന്ന ഒരു ടീച്ചർക്ക് ഉപയോഗിക്കാവുന്ന രീതി ഏതാണ്? കണ്ടോ, നിലവിലൊരു പ്രശ്നമുണ്ട് ക്ലാസ് റൂമിൽ, അതിന് അടിയന്തര ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുന്നതിനൊരു ടീച്ചർക്ക് ഉപയോഗിക്കാവുന്ന രീതി ഏതാണ്? കേസ് പഠനമാണോ, ആക്ഷൻ റിസർച്ച് ആണോ, സർവേ ആണോ, പരീക്ഷണമാണോ? ഏതാണ് വരേണ്ടത്? നിലവിലുള്ളൊരു പ്രശ്നം ക്ലാസ് റൂമിൽ ഓൾറെഡി റണ്ണിങ് ആണ്, എല്ലാ കുട്ടികൾക്കും അനുഭവപ്പെടുന്നുണ്ട്. അത് പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെത്തേഡാണ് ആക്ഷൻ റിസർച്ച് അല്ലേ. സ്റ്റീഫൻ കോറിയുടെ ആക്ഷൻ റിസർച്ച് ആണ് നല്ലത് അല്ലേ. കാരണം ഒരു പ്രശ്നത്തെ മുഖാമുഖം നേരിടുന്ന അധ്യാപകൻ എന്ത് ചെയ്യുന്നുണ്ട്? അവയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യകാരണങ്ങളെ അപഗ്രഥിച്ച് നിഗമനത്തിലെത്തി
എന്താണ് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ആക്ഷൻ സെർച്ച് അല്ലേ. അതിന് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ഒക്കെ നമ്മൾ നടത്തും. ഇപ്പോൾ നമ്മൾ ക്ലാസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും, കുട്ടികളെ കൊണ്ട് ആദ്യം അക്ഷരങ്ങളൊക്കെ എഴുതിപ്പിച്ച് നോക്കണം. LP UP തല്ലി തരുമ്പോൾ മലയാള അക്ഷരങ്ങൾ ഒരുത്തിനും അറിയത്തില്ല. ടേബിൾസ് എഴുതിക്കണം, ABCD എഴുതിപ്പിക്കണം, ചെറിയ ഡിക്റ്റേഷൻ വാക്കുകൾ ഇടണം. അപ്പോൾ മനസ്സിലാവും കുട്ടികൾക്ക് എവിടെ പ്രശ്നം ഉണ്ടെന്ന്. ആ പ്രശ്നം കണ്ടെത്തി നമ്മൾ ആദ്യമേ ആദ്യത്തെ ഒരു മാസം അതിനുവേണ്ടി പരിശ്രമിക്കുക. എന്നിട്ട് പാഠം തുടങ്ങിയാൽ മതി. കാരണം കുട്ടികളിൽ എന്താണ് ബേസിക് ആയിട്ടുള്ള റീഡിങ്, LSRW സ്കിൽസ് ഇല്ലേ, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, ആ സ്കില്ല് വളർത്താൻ നോക്കണം. അതുപോലെ തന്നെ ചതുഷ്ക്രിയകൾ, ഗണിതത്തിലുള്ള 4 ചതുഷ്ക്രിയകൾ, ഗുണനം, ഹരണം, അതുപോലെ തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ അല്ലേ, സങ്കലനം, വ്യപകലനം, ഈ 8 കാര്യങ്ങൾക്കാണ് കുട്ടികൾക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവർ പഠിക്കുന്നതിലോ മാർക്ക് വാങ്ങിക്കുന്നതിലോ അല്ല, ഈ 8 കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്തോ കൊച്ചു ജീവിതത്തിൽ വിജയിക്കും. പ്രത്യേകിച്ച് LP UP തലത്തിൽ കേട്ടോ. അല്ലാതെ കുറേ കാണാൻ പഠിച്ചുകൊണ്ട് വന്നുകൊണ്ടോ നല്ല രീതിയിൽ പ്രസംഗിച്ചുകൊണ്ടോ ഒന്നും ആകത്തില്ല. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ ഇംഗ്ലീഷും മലയാളവും വായിപ്പിക്കാൻ, എഴുതിപ്പിക്കാൻ, പറയിപ്പിക്കാൻ, അതുപോലെ തന്നെ നല്ല രീതിക്ക് അവർ സംസാരിക്കാൻ പഠിപ്പിക്കുക, ഗണിതത്തിലെ ചതുഷ്ക്രിയകൾ പഠിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി, കുട്ടികൾ തന്നെ വളർന്നു കയറിക്കോളും കേട്ടോ. ആ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുന്ന പാടെ നമ്മൾ അവരോട് നോക്കണം, ഇവർക്കറിയാമോ. ചെന്ന പാടെ പറയണം, മലയാളം പേരാണ് ഇംഗ്ലീഷ് പേരാണ് എഴുതിക്കോളം പറയണം. ഈയും അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരവും സ്വരാക്ഷരങ്ങളും ചില്ലക്ഷരവും ഒക്കെ നിങ്ങൾ എഴുതിക്കൊണ്ട് വരാൻ പറയണം. കണ്ടോണം, ഒരു 60-65% പിള്ളേർ എഴുതത്തില്ല, അവരവിടെ സ്റ്റക്കായിട്ട് നിൽക്കണ്ടോ. കാരണം ഈ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒബ്വിയസ്ലി അവരൊന്നും കാണാൻ വരുന്ന പിള്ളേരായിരിക്കും. അപ്പോൾ അതിൽ വേണം നമ്മൾ ആദ്യത്തെ ഒരു മാസം ഫോക്കസ് ചെയ്യാൻ. അത് ബേസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുന്നോട്ട് പോകാമെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാവും, ശാസ്ത്രീയമായിട്ടുള്ള പ്രശ്നപരിഹാരം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് കൊച്ചുങ്ങൾക്ക് വരുന്ന പ്രശ്നം. ഡെയിലി ഈ 2 ന്യൂ വേർഡ്സ് കൊടുക്കുക, വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുക. അവരുടെ 2 വേർഡ് വെച്ച് ഡെയിലി പഠിച്ചുകൊണ്ട് വരാൻ പറയുക. നമ്മളൊരു വേർഡും അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഒരു സെൻറ്റൻസും കുട്ടികളെ പഠിപ്പിക്കുക, മലയാളത്തിലും ഇംഗ്ലീഷിലും. അപ്പം ഒരു മലയാളവും ഒരു ഇംഗ്ലീഷും വെച്ച് ഡെയിലി കൊടുത്താൽ മതി. 220 വർക്കിംഗ് ഡേയ്സ് വരുന്നുണ്ട്. 220 ഇംഗ്ലീഷും 220 മലയാളം വേർഡോ പഠിക്കുന്നത്. 440 വേർഡ് അവർ മൊത്തത്തിൽ പഠിക്കും. ഓർത്ത് നോക്കി, ചെറിയൊരു കാര്യമാണ് കിട്ടുക. അങ്ങനെ കൊച്ചു 10ാം ക്ലാസ് വരുമ്പോൾ എത്ര വാക്കുകൾ പഠിക്കും, മനസ്സിലായോ. അപ്പം ആ ഒരു രീതിയിലോട്ട് നമ്മൾ 10,000 വേർഡ്സ് അവർ പഠിച്ചു വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു വർക്കൗട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാമെന്നേ ഉള്ളൂ. അവർ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കില്ല കേട്ടോ. കേട്ടിട്ടില്ലാത്ത വാക്കുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വൊക്കാബുലറി കൊടുക്കുക, അതിനുശേഷം അതിൻ്റെ അർത്ഥം പറയുക, അത് വെച്ച് ഒരു സെൻറ്റൻസ് പറയുക, ഇംഗ്ലീഷും മലയാളത്തിലും. ഹിന്ദി ഉണ്ടെങ്കിൽ ഹിന്ദിയിലും കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്നല്ലേ. നെറ്റിലൊക്കെ തപ്പോൾ ഇഷ്ടം പോലെ കിട്ടും കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ അവിടെ ഏറ്റവും നല്ലത് ആക്ഷൻ റിസർച്ച് കേട്ടോ. അടുത്തത് ചേരുംപടി ചേർക്കുക. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. നോക്കിയേ, ഒരുപാട് ക്വസ്റ്റ്യൻ ഒരുമിച്ച് വന്ന് ഒറ്റ ആൻസറിനകത്ത് കയറി പോകുന്നതല്ലേ. അപ്പോൾ നോക്കിയേ, സംഘഘടക സിദ്ധാന്തം, ഫ്രെയിം ഓഫ് മൈൻഡ്, പിന്നെ അതുപോലെ തന്നെ വൈകാരിക ബുദ്ധി, വിവര വിശകലന സിദ്ധാന്തം, ബുദ്ധിയുടെ ഘടന. ഈ പറയാൻ വരുവാണെങ്കിൽ ഹൊവാർഡ് ഗാർഡർ, R. സ്റ്റേൺബർഗ്, ഗിൽഫോർഡ്, ഡാനിയൽ ഗോഡ്മാൻ, EL ടേസ്റ്റൺ. ഇങ്ങനെയാണെങ്കിൽ ഓരോന്നോരോന്ന് വെച്ച് അടുപ്പിച്ചേ, കറപ്പിച്ച് വെച്ചേ. എങ്ങോട്ടാണ് വരേണ്ടത് നോക്കിയേ. സംഘഘടക സിദ്ധാന്തം ആരുടെയാ? സംഘഘടക സിദ്ധാന്തം പറഞ്ഞോ. സംഘഘടക സിദ്ധാന്തം ആരുടെയാ? സംഘഘടക സിദ്ധാന്തം. ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആരുടെയാ? പറപ്പിച്ചു, ആരുടെയാ സംഘഘടക സിദ്ധാന്തം? 1, 2, 3, 4, 5 അതിലേതാ? കമൻറ്റ് ചെയ്തു. സംഘഘടക സിദ്ധാന്തം 5 കറക്റ്റാണ് കേട്ടോ. സംഘഘടക സിദ്ധാന്തം 5ആണ്. അടുത്തത് ഇത് 1 വരും കേട്ടോ, ഇത് A വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രെയിം ഓഫ് മൈൻഡ്സ് ആരുടെ പുസ്തകമാണ്? ഫ്രെയിം ഓഫ് മൈൻഡ് പഠിച്ചതാ. ഫ്രെയിംസ് ഓഫ് മൈൻഡ് ആരുടെ പുസ്തകം? ആരുടെ പുസ്തകമാണ് ഫ്രെയിം ഓഫ് മൈൻഡ്? ആരുടെയാ ഫ്രെയിംസ് ഓഫ് മൈൻഡ്? അറിയത്തില്ലേ? ആരുടെയാ? ഹൊവാർഡ് ഗാർഡർ കേട്ടോ. ഇതാണ് B വരേണ്ടത്. അടുത്തത് വൈകാരിക ബുദ്ധി ആരാ കണ്ടുപിടിച്ചത്? വൈകാരിക ബുദ്ധി ആരുടെയാ? പറഞ്ഞോ, അറിയാലോ, ഡാനിയൽ ഗോഡ്മാൻ കറക്റ്റാണ്. ഇവിടാണ് C വരേണ്ടത്. അടുത്ത വിവര വിശകലന സിദ്ധാന്തം പഠിച്ചതാ. ആരുടെ വിവര വിശകലന സിദ്ധാന്തം? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി ആരുടെയാ? R. സ്റ്റേൺബർഗ് കറക്റ്റാണ്. അടുത്തത് ബുദ്ധിയുടെ ഘടന ആരാ കൊണ്ടുവന്നത്? ബുദ്ധിയുടെ ഘടന ഗിൽഫോർഡ്. അപ്പോൾ എങ്ങോട്ട് വരും നോക്കിയേ. A 5 B 1 C 4 D 2 E 3. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B കേട്ടോ. ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചെയ്യും. കാരണം ഒരുപാട് കണ്ടന്റ് ഒരുമിച്ച് കയറി വരുന്നതല്ലേ, ഒരുപാട് ആൾക്കാരുടെ പേര്, ഒരുപാട് പേരുടെ തിയറീസ് ഒരുമിച്ച് കയറി വരുന്നത് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ തലതിരിഞ്ഞെടുക്കുക, നേരിടാം. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. നിശ്ചിത കാലയളവിലുള്ള പഠന പുരോഗതിയെയും നേട്ടങ്ങളെയും പ്രതിപാദിക്കുന്ന
രേഖ ഏതാണ്? കണ്ടോ, നിശ്ചിത കാലയളവിലുള്ള പഠന പുരോഗതി നേട്ടങ്ങളെ പ്രതിപാദിക്കുന്ന രേഖയാണ്. അച്ചീവ്മെന്റ് റെക്കോർഡാണോ, അനക്ഡോട്ടൽ റെക്കോർഡാണോ, പോർട്ട്ഫോളിയോ ആണോ, റൂബിക്സ് ആണോ? ഏതാണ്? നിശ്ചിത കാലയളവിലുള്ള പഠന പുരോഗതിയെയും നേട്ടങ്ങളെയും നമ്മൾ പഠന പുരോഗതി നേട്ടങ്ങളോ കേട്ടോ, പഠന പുരോഗതി രണ്ട് വാക്ക് നോക്കിക്കേ, പഠന പുരോഗതിയും നേട്ടങ്ങളെയും നമ്മൾ പ്രതിപാദിക്കുന്ന രേഖ ഏതാണ്? അച്ചീവ്മെൻ്റ് ആണോ, അനക്ഡോട്ടൽ ആണോ, പോർട്ട്ഫോളിയോ ആണോ, റുബിക്സ് ആണോ? ഏതാണ്? ഏതാ ആൻസർ വരേണ്ടത്? അച്ചീവ്മെൻറ്റ് റെക്കോർഡ് അവരെന്തെങ്കിലും അച്ചീവ് നേടുക, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ അവർ ഇന്ന ഇതിലൊക്കെ ഇന്ന കാര്യങ്ങൾ അവർ നേടി എന്ന് പറയുന്ന അച്ചീവ്മെൻറ്റ് റെക്കോർഡ്. അനക്ഡോട്ടൽ റെക്കോർഡോ? അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് വെച്ചാൽ എന്നാ? അവിചാരിതമായിട്ടുള്ള സംഭവങ്ങൾ. ഒരിക്കലും ഇത് അവിടെ അവിചാരിതമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അല്ലേ. പിന്നെ ഉള്ള പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എന്നാണ്? നമ്മളൊരു വർഷത്തിലുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ അത് പഠനത്തിലുള്ള കാര്യങ്ങളാകാം, പുറത്തുനിന്നുള്ള ആക്ടിവിറ്റീസ് ആകാം, അവർ കൊണ്ടുവന്ന അസൈൻമെൻ്റ് ആകാം, പ്രൊജക്റ്റ് ആകാം, അതുപോലെ എന്ത് വേണേലും ആകാം. അതാണ് നമ്മുടെ പോർട്ട്ഫോളിയോ പറയുന്നത്. പിന്നെ റുബിക്സ് എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ റുബിക്സ് ക്യൂബ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനെയൊക്കെ പഠിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് റുബിക്സ് നമ്മളുണ്ട്. ഇപ്പോൾ നമ്മൾ റിവിഷൻ തുടങ്ങുമ്പോൾ പറഞ്ഞില്ല, ഇന്ന ദിവസങ്ങളിൽ 3 ടോപ്പിക് വെച്ചിട്ട് തരും, അത് പഠിക്കണം, അതിൻ്റെ റിവിഷൻ നമ്മൾ വൈകുന്നേരം നടത്തും, അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റുബിക്സ് ആണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏതാ ആപ്റ്റായിട്ട് വരുന്ന ഏതാ ഈ ഇത്രയും പറഞ്ഞിരുന്നത്? ഓപ്ഷൻ സി കേട്ടോ, പോർട്ട്ഫോളിയോ ആണ് ഇവിടെ ആൻസർ ആയിട്ട്. പക്ഷേ നമ്മൾ കേട്ടിരിക്കുന്ന പോർട്ട്ഫോളിയോ എന്താണ്? നമ്മൾ സാധാരണയായിട്ട് കുട്ടികളുടെ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു കാലയളവിലെ അല്ലേ എല്ലാ വർക്കുകളും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്ന, അവസാനം കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞ പേരാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു സാധനം തന്നെ ഇവിടെ ഉദ്ദേശിക്കും കേട്ടോ, ബാക്കിയൊന്നും ഇവിടെ വരത്തില്ല. പക്ഷേ നമ്മുടെ സഞ്ചിത രേഖ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചില്ല, അതിലേക്ക് ഒരു ടെൻഡൻസി നമ്മൾ കാണിക്കും കേട്ടോ. ആ ഒരു ഓപ്ഷനോട് കുറച്ചുകൂടി ആപ്റ്റ് ആകുന്നതാണ് കേട്ടോ. ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് തന്നെ നമുക്ക് നീങ്ങാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ആശയരൂപീകരണത്തിനായി ധാരാളം മാതൃകകൾ ഉപയോഗിക്കുകയും അവയുടെ നിരീക്ഷണത്തിലൂടെയും തിരിച്ചറിവിലൂടെയും ആശയം പഠിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇവിടെ സൂചിപ്പിക്കുന്ന സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവാരാണ്? ആൽബർട്ട് ബന്ദൂരയാണോ, ഇവാൻ പാവ്ലോവ് ആണോ, ഡേവിഡ് ഒസുബൽ ആണോ, ലേവ് വൈഗോസ്കി ആണോ? ആ രണ്ട് മാതൃക നൽകൽ, നിരീക്ഷിക്കൽ, ആ രണ്ട് വാക്ക് കേട്ടാൽ ആരുടെയാ? അതെല്ലാം ആരുടെയാ? രണ്ട് വാക്ക് കേട്ടാൽ മതി, ആരുടെയാ? ആൽബർട്ട് ബന്ദൂര. ശരിയല്ലേ? ബന്ദൂരയുടെ വാക്കുകളല്ലേ നിരീക്ഷണ പഠന സിദ്ധാന്തം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ എന്താ തന്നെ നിരീക്ഷണ പഠന സിദ്ധാന്തം. മറ്റൊരു പേരുണ്ടായിരുന്നല്ലോ, എന്നായിരുന്നു? പറഞ്ഞേ നിരീക്ഷണ പഠന സിദ്ധാന്തം മറ്റൊരു പേരെന്നാ? മാതൃക നൽകൽ, നിരീക്ഷിക്കൽ. അത് നോക്കിക്കേ, അത് ആരുടെയാ? ബന്ദൂരയല്ലേ പറഞ്ഞത് നിരീക്ഷണ പഠന സിദ്ധാന്തം. ഓർമ്മയില്ലേ? അതായത് ബോബോഡോൾ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയില്ലേ ആൽബർട്ട് ബന്ദൂര? അതിൻ്റെ ഒരു ഡോളിനെ വെച്ചുകൊണ്ട്, ഓർമ്മയില്ലേ? അതിനെ ഉപദ്രവിക്കുക, എന്നിട്ട് കൊച്ചുങ്ങളുടെ ഒരു 5 മിനിറ്റ് അവരെ കാണിച്ചു, ഒരു നല്ലൊരു മാതൃക വെച്ചുകൊണ്ട് അവരെ കാണിച്ചു. അതിനുശേഷം അവരതിനെ നിരീക്ഷിക്കാൻ അവസരം നൽകി. അതിനുശേഷം അവരത് പ്രബലനത്തിലൂടെ അല്ലെങ്കിൽ അത് പ്രത്യക്ഷണത്തിൽ അവർ കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഡോൾ കുട്ടികളെ കൊടുത്തപ്പോൾ കുട്ടികൾ അതിനെ അവിടെ ആ മാതൃക എന്ത് ചെയ്തു അത് തന്നെ അവർ ചെയ്യുവാനായിട്ട് നോക്കി. അപ്പോൾ എന്താണ് അവിടെ വേണ്ടത്? നിരീക്ഷണ പഠന സിദ്ധാന്തം വന്നില്ലേ? അപ്പോൾ അവിടെ വരേണ്ടത് ആൽബർട്ട് ബന്ദൂര കേട്ടോ. മാതൃക നൽകി നിരീക്ഷിക്കണ്ടോ, അതായത് ഒരു ആശയ രൂപീകരണത്തിന് മാതൃക നൽകി നിരീക്ഷിക്കും, അതിന് രണ്ടും അടയാളപ്പെടുത്തിയിട്ടത്. അപ്പോൾ രണ്ടും ആരുടെയാണ്? ആൽബർട്ട് ബന്ദൂരയുടെ. പാവ്ലോ എന്തുകൊണ്ട് വന്നില്ല? പാവ്ലോ കുറേ ആൻസർ ഓടി നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് പാവ്ലോ വന്നില്ല? പാവ്ലോ എന്നാ കണ്ടുപിടിച്ചത്? ഇന്നത്തെ കാര്യം മൃഗത്തിൽ പട്ടിയിലെ കണ്ടുപിടിച്ചത് അനുബന്ധന കണ്ടുപിടിച്ചത് കേട്ടോ. രണ്ട് തമ്മിൽ കണക്ട് ചെയ്യാമെന്നാണ് കണ്ടുപിടിച്ചത്, അതൊരിക്കലും ഇവിടെ വരുന്നില്ല. പിന്നെയുള്ള ഡേവിഡ് ഒസുബൽ നമ്മുടെ ഒരു ഇത് കണ്ടുപിടിച്ചത്, അതായത് ഒസുബലിൻ്റെ നമ്മൾ പറയത്തില്ല, അതായത് അർത്ഥപൂർണ്ണമായിട്ടുള്ള മാനസിക പഠനം, അതാണ് നമ്മുടെ ഡേവിഡ് ഒസുബൽ കണ്ടുപിടിച്ചത്. ലേവ് വൈഗോസ്കി എന്താ കണ്ടുപിടിച്ചത്? നമ്മുടെ സ്കഫോൾഡിങ്ങും അതുപോലുള്ള ZPDയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വിഗോസ്കി പറഞ്ഞത്. അപ്പം ആൽബർട്ട് ബന്ദൂരയാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് വികാസവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നായിരുന്നു. വികാസം പാരമ്പര്യത്തിൻ്റെയും സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമാണ്. പരിപക്വനം പഠനത്തിന് അനിവാര്യമാണെന്ന് വൈജ്ഞാനിക വികാസ സിദ്ധാന്തങ്ങൾ ഊന്നി പറയുന്നു. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 മാത്രം ശരിയാണ്, പ്രസ്താവന 2 മാത്രം ശരിയാണ്. 2 പ്രസ്താവനകൾ ശരിയാണ്, 2 പ്രസ്താവനകൾ തെറ്റാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? വികാസം പാരമ്പര്യത്തിൻ്റെയും സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമാണ്. പരിപക്വനം പഠനത്തിന് അനിവാര്യമാണെന്ന് വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ ഊന്നിപ്പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 2 പോയിന്റും ശരിയല്ലേ? 1 മാത്രമാണോ ശരി? 1 ശരി ഒബ്വിയസ്ലി അല്ലേ? വികാസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വികാസം പാരമ്പര്യത്തിൻ്റെയും പര്യാവരണത്തിൻ്റെയും എന്താണ് ഉൽപ്പന്നമാണ്, പ്രൊഡക്റ്റാണ്, നമ്മൾ പഠിച്ചു. അത് ഡയറക്റ്റ് തന്നിരിക്കും. പക്ഷേ അടുത്ത് നോക്കി,
പരിപക്വനം എന്ന് പറഞ്ഞാൽ മച്ചുറേഷൻ, അതായത് ഓരോ പ്രായത്തിലും ഓരോ കുട്ടികളെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കണം. ഇപ്പം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ കൊണ്ട് നമുക്ക് ഭരണഘടന പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിനും എല്ലാം മനസ്സിലാവുമോ? ഒന്നിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇനി അതല്ല, ഒന്നിച്ചെന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിപ്പിക്കുക, ഇതാണ് 1 1 2 10 2 12 എന്നൊക്കെ പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ കൊച്ചിനും എല്ലാം മനസ്സിലാവുമോ? ഇല്ല. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം നോക്കിയേ, പരിപക്വനമായതിനു ശേഷം നമ്മൾ പഠിച്ചല്ലേ, പരിപക്വനം പഠനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാക്ക് പഠിച്ചില്ല. ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? അതാണ് പരിപക്വനം പഠനത്തിന് അനിവാര്യമാണെന്ന് വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ ഊന്നി പറയുന്നു. അതായത് കൊച്ചുങ്ങളെ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ അവരതിന് മച്ചുറേഷൻ ആയിരിക്കണം. അല്ലാതെ നമ്മൾ 1ാം ക്ലാസ്സിൽ പോയി ഈ ഭരണഘടനയോ മൾട്ടിപ്ലിക്കേഷനോ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതിന് ഓരോന്നിനും കൊടുക്കേണ്ട അനുകൂലമായിട്ടുള്ള പഠനാനുകൂല നിമിഷം, കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു വാക്ക്? ആ നിമിഷത്തിൽ മാത്രം കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടികളത് പഠിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അവർക്കുള്ള അവരുടെ പ്രായത്തിനും പക്വതയ്ക്കും ചേർന്നതാണോ നമ്മൾ കൊടുക്കാൻ നോക്കണം. അപ്പോൾ വേണ്ടത് 2 പ്രസ്താവനകളും ശരിയാട്ടോ. ഇവിടെ പറഞ്ഞ 2 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തിട്ട് ആൻസറിലേക്ക് പോകണമെങ്കിൽ നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, LAD പറയണ്ടല്ലോ എന്ന ആശയം മുമ്പോട്ട് കൊണ്ടുവന്ന ആരാണ്? ഐഗോസ്കി, ബ്രൂണർ, ഗാഗ്നെ, നോം ചോംസ്കി. ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ അല്ലേ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ഒരാളാണ്. കാരണം ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിൽ അതേ ചോദിക്കാനായിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിക്കാനില്ല. ഏതാണ് ഉത്തരം വരേണ്ടത്? ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ആരുടെ വാക്കാം? നോം ചോംസ്കി. അതെല്ലാവർക്കും ശരിയായി കേട്ടോ. അടുത്തത്, കുടുംബത്തിൽ നിന്നും പീഡനം നേരിടുന്ന ഒരു കുട്ടി ആ വിവരം ടീച്ചറോട് പറഞ്ഞാൽ ടീച്ചർ അനുവദിക്കേണ്ട ഏറ്റവും അഭിലഷണീയമായ രീതി ഏതാണ്? അതായത് കുടുംബത്തിൽ നിന്നും കൊച്ചിൻ്റെ പീഡനം നേരിടുന്നുണ്ട്. അപ്പൻ്റെന്നാകാം, അമ്മയുടേതാകാം, സഹോദരങ്ങളുടേതാകാം, കസിൻസിൽ നിന്നാകാം, അങ്കിളുമാരുടെ നിന്നാകാം, ആൻറ്റിമാരുടെ നിന്നാകാം. അങ്ങനെ കുടുംബത്തിൽ നിന്നും ഒരു പീഡനം നേരിടുന്ന ഒരു കുട്ടി നമ്മളോട് വന്ന് പറയാം, ടീച്ചറെ എന്നെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഉപദ്രവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ കാണുന്നത് ഇങ്ങനെയല്ല, മറ്റൊരു രീതിയിലൂടെ എന്നെ കാണുന്നത് ഒരു കൊച്ചു നമ്മളെടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ സ്വീകരിക്കേണ്ട ഏറ്റവും അനുയോജ്യമായ രീതിയാണ്. ഒരു കണ്ടംപററി ലെവൽ ക്വസ്റ്റ്യൻ ആണ്, അതായത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ ആൻസറിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആ സാഹചര്യം നീക്കണം കേട്ടോ, എന്നിട്ട് വേണം ഓപ്ഷനിലേക്ക് പോകാൻ. കുട്ടിയോട് അത് അവഗണിക്കാൻ ഉദ്ദേശിക്കുക, സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുക, രക്ഷിതാക്കളുമായി ചർച്ച ചെയ്ത് ആ കുട്ടിയെ ഈ അവസ്ഥയിൽ നിന്നും കരകയറാൻ സഹായിക്കുക, അവളെ ഫോസ്റ്റർ ഹോമിൽ അയക്കുക. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളാണ് എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കി. നിങ്ങളാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ഇങ്ങനൊരു പ്രശ്നം നിങ്ങളുടെ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മിക്കവരും പറഞ്ഞ ഉത്തരം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരേണ്ടത്. കറക്റ്റാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനൊരു ചോദ്യം കണ്ടാൽ നിങ്ങൾ സ്കൂൾ അധികൃതരെ അറിയിച്ച് മൊത്തം പ്രശ്നമാക്കാൻ നിൽക്കരുത്. കാരണം ഒരാളുടെ പേഴ്സണൽ തിങ് നമ്മളോടെന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് തന്നെ അവർ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ നോക്കണം. അല്ലാതെ നാട്ടുകാരോട് കുത്തിഘോഷിച്ച് നമ്മൾ പറയത്തില്ലേ, കോലെ വീശി നാരെ വലിച്ച് നടക്കുകയാണെന്ന് പറയത്തില്ലേ, സ്റ്റാറ്റസിന് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യരുത്. കാരണം അത് അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണ്. കാരണം കുട്ടികളാണ് അല്ലേ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ രക്ഷിതാക്കൾ നമ്മൾ ചർച്ച ചെയ്യണം. ആ കുട്ടിയുടെ ആ അവസ്ഥയിൽ നിന്നും ഉണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് പീഡനം നേരിടുന്ന അവിടെ ആ കൊച്ചിനെ സഹായിക്കുന്ന ആരെങ്കിലും കാണും ഇല്ല, നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. മോനെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരുള്ളൂ, അവരെ വിളിച്ച് നമ്മൾ കാര്യം പറയണം. അവർക്ക് നമ്മളൊരു കൗൺസിലിംഗ്, നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു തരേ, നമുക്കൊന്നും ഗൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ, ഇങ്ങനൊരു കൊച്ചി പ്രശ്നം നേരിടുന്നു, കൊച്ചിന് പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളായിട്ടൊന്നും മിണ്ടുന്നില്ല, മിങ്കിളാകുന്നില്ല, കൊച്ചിന് നല്ല കോൺസെൻട്രേഷൻ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ രക്ഷ നിങ്ങൾ കൊച്ചിനെ സഹായിച്ചേ പറ്റത്തുള്ളൂ. ഇനിയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൊച്ചിനെ കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും ജസ്റ്റ് അമ്മ വീട്ടിലേക്കോ അങ്ങനെ സ്നേഹം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി നിർത്തുക. അതിനുശേഷം കൊച്ചിനെ നിങ്ങൾ തിരികെ വിളിക്കുക. അപ്പം ആ കൊച്ചിൻ്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആകും, കൊച്ചിനെ നമുക്കൊന്ന് ടെൻഷൻ ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അസ് എ ടീച്ചർ നമ്മളില്ലേ, ഇങ്ങനെ ഒരു പെഡഗോഗിക്കൽ വയസ്സിലൊരു ചോദ്യം ചോദിച്ചാൽ, ബോധനശാസ്ത്രമായിട്ട് ചോദ്യം ചോദിച്ചാൽ, നമ്മൾ അസ് എ ടീച്ചർ നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കുവാണെന്ന് ചിന്തിക്കണം. അതിനുശേഷം നമ്മൾ അവിടെ എന്ത് ചെയ്യുമെന്ന് യുക്തിപൂർവ്വം, അല്ല നമ്മുടെ ചിലർക്കുണ്ടില്ലേ താൻ അവിടെ ജയിക്കണം, അല്ലെങ്കിൽ വളരെ നേരെ മാത്രം ചിന്തിക്കുന്ന ആൾക്കാരില്ലേ, എനിക്ക് ആ പ്രശ്നം നേടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എടുക്കും, കൊച്ചെ നീ അത് വിട്ട് കളയാൻ പറയും ഇല്ലേ, അത് നോക്കണ്ട, നീ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ വഴിക്ക് പോക്കോളൂ എന്ന് പറയും. പക്ഷെ അത് ശരിയായിട്ടുള്ള നേടമില്ല. കാരണം കൊച്ചു നമ്മളോടെന്ന് പറയണമെങ്കിൽ അവർ നമ്മൾ എത്ര വിശ്വാസമാണ് ഇടമെന്ന് പറയുന്നത്. എനിക്ക് ആ പ്രശ്നം നേരിടാൻ, അല്ലെങ്കിൽ എന്നെ ആ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റാൻ ഈ സാറിന് അല്ലെങ്കിൽ ടീച്ചർക്ക് സഹായിക്കും അല്ലെങ്കിൽ കഴിയുമെന്ന വിശ്വാസത്തിൽ അവർ വന്നത്. പക്ഷെ നമ്മൾ ആ വിശ്വാസം നമ്മൾ നിലനിർത്തണം കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആസ് എ ടീച്ചർ നിങ്ങൾ ഈ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ, നിങ്ങളോടാണ് ഒരു കൊച്ചു എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ നേരിടുമെന്ന് നോക്കി വേണം ആൻസറിലേക്ക് പോകാൻ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുടെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘമായി ചർച്ച ചെയ്ത്
ഒരാശയം രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്ന ടീച്ചർ ഉപയോഗപ്പെടുത്തുന്നത് ഏതാണ്? മസ്തിഷ്കോച്ചാടനമാണോ, ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ, സ്റ്റിമുലേറ്റഡ് പഠനമാണോ, സഹകരണ പഠനമാണോ, സഹവർത്തിത പഠനമാണോ? ഏതാണ്? വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുടെയും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടോ സംഘമായി സംഘമായി എന്നാ പറയുന്നത് ഉണ്ടോ സംഘമായി ചർച്ച ചെയ്ത് ഒരാശയം രൂപീകരിക്കുക. അപ്പോൾ സംഘമായി ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ എന്നാ പറയാൻ പറ്റും? സംഘമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അത് എന്താണ്? ഇറ്റ്സ് എ കോപ്പറേറ്റീവ് ലേണിംഗ്. കറക്റ്റ് കേട്ടോ, ആ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സംഘമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് എ കോപ്പറേറ്റീവ് ലേണിംഗ് കണ്ടോ. അത് സഹകരണ പഠനമാണ്. സഹവർത്തിത പഠനം വെച്ചാൽ 2 പേരേ ഉള്ളൂ കേട്ടോ, 2 അല്ലെ 3 പേരേ ഉള്ളൂ. കോപ്പറേറ്റീവിനകത്താണ് നമ്മൾ എന്താണ് ഒരു കൂട്ടം ആൾക്കാർ നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ച് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബ്രൂണറുടെ വൈജ്ഞാനിക സിദ്ധാന്തമായി ബന്ധമുള്ളത് ഏതാണ്? ബ്രൂണർ കേട്ടോ, അവരുടെ വൈജ്ഞാനിക സിദ്ധാന്തമായിട്ട് ബന്ധമുള്ളത് ഏതാണ്? സാമൂഹിക പഠനമാണോ, പ്രതിഫലന പഠനമാണോ, കണ്ടെത്തൽ പഠനമാണോ, വാചിക പഠനമാണോ? ബ്രൂണർ പറഞ്ഞേ ഏതാണ്? ഏതാ? കേട്ടാലറിയാലോ. ബ്രൂണർ പഠിച്ചതല്ലേ? കണ്ടെത്തൽ പഠനം. കറക്റ്റ് കേട്ടോ, കണ്ടെത്തൽ പഠനം, ചാക്രിയാണ്, ഇതെല്ലാം തന്നെ ബ്രൂണറുടെ വൈജ്ഞാനിക വികാസത്തിലുള്ള കേട്ടോ. അടുത്തത്, പിതാവിന്റെ ക്രിമിനൽ സ്വഭാവം ശിഥിലമായ കുടുംബ സാഹചര്യമുള്ള 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് രാമു. ഇവിടെ അധ്യാപികയുടെ ദൗത്യം എന്താണ്? കണ്ടോ, വീണ്ടും ഒരു പെഡഗോഗിക്കൽ ക്വസ്റ്റ്യൻ. നമ്മളോട് ഒബ്വിയസ്ലി 2 ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കും. എന്താണ്? പിതാവിനാണ് പ്രശ്നം, പിതാവിന്റെ ക്രിമിനൽ സ്വഭാവം. പിതാവ് ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളാണ്, പോലീസ് കേസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ കുടുംബം ശിഥിലമായിട്ട് നിൽക്കുന്ന ഒരു കുടുംബ സാഹചര്യത്തിൽ നിന്ന് വരുന്ന രാമു എന്ന് പറഞ്ഞ കൊച്ചു 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നിവരുടെ ദൗത്യം എന്താണ്? അങ്ങനെ ഒരു കൊച്ചുള്ള ക്ലാസ്സിലെ നിങ്ങളുടെ ദൗത്യം എന്താണ്? പ്രതികൂലമായ കുടുംബ പശ്ചാത്തലത്തിന് പരിഹാര്യമായ അനുകൂല പഠനാന്തരീക്ഷം അവന് നൽകുക, കുടുംബ സാഹചര്യമായി പൊരുത്തപ്പെട്ടു പോകാൻ നിർദ്ദേശിക്കുക, അവന് വേണ്ട സാമ്പത്തിക സഹായം നൽകുക, മാതാപിതാക്കൾക്ക് ഉപബോധനം നൽകുക. ഏതാണ് ശരിയായിട്ടുള്ളത്? നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു ടീച്ചറാണെങ്കിൽ നിങ്ങൾ ആ കൊച്ചിനോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ പറയുന്നത്? എന്തായിരിക്കും പറയുന്നത്? എ. കണ്ടോ, ഒന്നാലോചിച്ചേക്കേ. പ്രതികൂലമായ കുടുംബ പശ്ചാത്തലത്തിന് പരിഹാര്യമായ അനുകൂല പഠനാന്തരീക്ഷം അവന് നൽകുക കേട്ടോ. ഫേവറേറ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അവന് നൽകിയാൽ മതി. ആ പ്രശ്നത്തിൽ നിന്നൊക്കെ അവൻ കരകയറി പഠിച്ചു വന്നോളൂ കേട്ടോ. അതാണ് നമുക്കറിയാലോ, നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മുടെ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ പരിസ്ഥിതി, ഇപ്പോൾ പഠിക്കാൻ പറ്റിയ കാലാവസ്ഥയല്ലേ, നല്ല മഴ, പുറത്ത് കിടന്നുറങ്ങാനും തോന്നും, പക്ഷേ പഠിക്കേണ്ടവരാണെങ്കിൽ ഇരുന്ന് പഠിക്കാൻ പറ്റിയ കാലാവസ്ഥ അല്ലേ. പ്രത്യേകിച്ച് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല, ടെൻഷൻ ഫ്രീ. പരിപാടി എല്ലാം തരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇച്ചിരി കപ്പലണ്ടി ഇച്ചിരിയൊക്കെ കുറച്ച് വെച്ചിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ട് എന്താണ് പഠിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇപ്പം കേട്ടോ. 1 മാസം 1.5 മാസം ഇനിയും പഠിക്കാനായിട്ടുണ്ട്, വൃത്തിക്ക് ഇരുന്ന് പഠിക്കുക കേട്ടോ. അപ്പം പ്രതികൂലമായിട്ടുള്ള കുടുംബ പശ്ചാത്തലത്തിന് പരിഹാര്യമായിട്ടുള്ള അനുകൂലമായൊരു പഠനാന്തരീക്ഷം നമ്മളവന് ഒഴുക്കി കൊടുക്കുക കേട്ടോ. സ്കൂളിലും അതുപോലെ തന്നെ വീട്ടിലും നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഒഴുക്കി കൊടുക്കുക. ഉച്ചനെ നമുക്ക് ഉച്ച സമയത്ത് നമ്മുടെ സ്റ്റാഫ് റൂമിൽ നമ്മൾ നേരത്തെ കഴിച്ച് ചെയ്യുമല്ലോ പിള്ളേർ, പക്ഷേ നമ്മുടെ അടുത്തിരുത്തി നമ്മളൊന്ന് പഠിപ്പിക്കാൻ നോക്കുക. ഒരു സ്പെഷ്യൽ കെയർ അവന് നോക്കുക. അവനെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പശ്ചാത്തലമായിട്ട് തന്നെ ഒരുപാട് പേര് അവഗണിക്കുമായിരിക്കും അല്ലേ. നീ ഇങ്ങനൊരു പിന്നെ മോനല്ലേടാ എന്ന് പറഞ്ഞ് അവഗണിക്കും. അപ്പന്മാർ ചെയ്തതിന് മക്കളായിരിക്കും ചിലപ്പം എന്താണ് പ്രശ്നങ്ങൾ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ പഴി കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവനെയും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നൊരു ചിന്ത അവനിലേക്ക് വരിക, അവനെ സപ്പോർട്ട് ചെയ്ത് കയറ്റിയതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അടുത്ത ദിവസം, ലിംഗസമത്വം ഉറപ്പാക്കപ്പെടുന്നത് എവിടെയാണ്? ഓക്കെ, ലിംഗവ്യത്യാസമില്ലാതെ യൂണിഫോം ഏർപ്പെടുമ്പോഴാണോ, അതോ എല്ലാ അവസര സമ്മതം എല്ലാവർക്കും ലഭ്യമാകുമ്പോഴാണോ, അതോ എല്ലാ ലിംഗത്തിൽപ്പെട്ടവർക്കും വേണ്ട ഭൗതിക സാഹചര്യം ലഭ്യമാകുമ്പോഴാണോ, സഹവിദ്യാഭ്യാസം പ്രകടിപ്പിക്കുമ്പോഴാണോ? എവിടെയാണ് നമ്മൾ ലിംഗസമത്വം ഉറപ്പാക്കുന്നത്? എവിടെയാണ്? എയിലാണോ, ബിയിലാണോ, സിയിലാണോ, ഡിയിലാണോ ലിംഗസമത്വം നമ്മളൊരു ഉറപ്പാക്കുന്നത്? പറഞ്ഞേ. ലിംഗസമത്വം ആലോചിച്ച് പറഞ്ഞാൽ മതി. ലിംഗസമത്വം അതായത് 2 പേർക്കും ഈക്വാലിറ്റി, ജെൻഡർ ഇക്വാലിറ്റി വേണം അവിടെ. ജെൻഡർ ഇക്വാലിറ്റി വേണം അവിടെ. എന്ത് ചെയ്യണം നമ്മൾ? അവസര സമത്വം അല്ലേ. ഈക്വൽ ഓപ്പർച്യൂണിറ്റി നമ്മൾ 2 കൂട്ടരും കൊടുക്കണം, ആണിന് കൊടുക്കണം, പെണ്ണിനും കൊടുക്കണം. അപ്പോൾ അവസര സമത്വം നമ്മളെല്ലാവർക്കും ലഭ്യമാക്കുമ്പോഴാണ് അവിടെ ലിംഗസമത്വം നമ്മൾ ഉറപ്പാക്കപ്പെടുന്നത്. അല്ലാതെ നമ്മൾ ലിംഗവ്യത്യാസമില്ലാതെ യൂണിഫോം തയ്പ്പിച്ചോണ്ടോ, എല്ലാവർക്കും ഷർട്ടും പാൻറ്റും കൊടുത്തോണ്ടോ, എല്ലാ ലിംഗത്തിലും വേണ്ട ഭൗതിക സാഹചര്യം നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുത്തോണ്ടോ, അതായത് നമുക്ക് വാഷ്റൂം വേറെ എന്താണ് സെപ്പറേറ്റ് സീറ്റ്, സെപ്പറേറ്റ് ക്ലാസ് റൂം അങ്ങനെ ഒഴുകി കൊടുത്തോണ്ടോ ഒന്നും ആകാൻ പോകുന്നില്ല അല്ലേ. സഹവിദ്യാഭ്യാസമായി കോ എഡ്യൂക്കേഷൻ 2 പേരെ ഒരുമിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഒന്നും അവിടെ ലിംഗസമത്വം ഉറപ്പാക്കുന്നത്. എപ്പോഴും എന്താണ് അവസര സമത്വം എല്ലാവർക്കും കൊടുക്കണം. കാരണം അവസരങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ലീഡർ ആകാനായിട്ട് അവസരങ്ങൾ എല്ലാവർക്കും കൊടുക്കണം. അല്ല എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും അവസരങ്ങൾ ആണിന് കൊടുക്കണം, പെണ്ണിനും കൊടുക്കണം. ഒരാൾ ആണിൽ നിന്ന് ലീഡർ ആണെങ്കിൽ ഒരു സബ് ലീഡറായിട്ട് പെണ്ണിൽ നിന്ന് വെക്കുക.
പെണ്ണിൽ നിന്ന് ഒരാൾ ലീഡർ ആണെങ്കിൽ ആണിൽ നിന്ന് ഒരാളെ സബ് ലീഡറായിട്ട് വെക്കുക. ഇപ്പോൾ സ്കൂൾ ലീഡർ നമുക്കറിയാലോ, ആണും പെണ്ണുമായിട്ട് വെക്കും. കാരണം എന്താണ്, അവിടെ ഒരു ലിംഗസമത്വം നമ്മൾ ഉറപ്പാക്കും. ആരും അവിടെ എന്താണ് മുന്നിലല്ല, എല്ലാവരും ഈക്വലാണെന്ന് നമ്മൾ അവരെ പഠിപ്പിക്കുക ചെയ്യുന്നത് കേട്ടോ. യെസ്, ആ കാര്യങ്ങൾ വ്യത്യാസം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ എത്ര ചെയ്യാൻ പറ്റി? 26 ക്വസ്റ്റ്യനുകളുണ്ടായിരുന്നു. എത്ര ചെയ്യാൻ പറ്റി? ഒരു 20 കളി ചെയ്യാൻ പറ്റിയില്ലേ? എങ്ങനെ കളിച്ചാലും പറ്റിയില്ലേ? 20 മണ്ടയ്ക്ക് കറ കൂത്തിയിട്ടാണേലും പറ്റിയില്ലേ? സൈക്കോളജി നമ്മളില്ല, സൈക്കോളജി സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. 27, 26, 27 കേട്ടോ. ഓക്കെ, ബാക്കി ഇവിടെ ഉണ്ട്. നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നതിൽ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷത അല്ലാത്തത് 3 ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. 27, 28, 30. ഓക്കെ, താഴെ പറയുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷത അല്ലാത്തത്, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ സവിശേഷത അല്ലാത്തതാണ്. പ്രശ്ന പരിഗണനത്തിന് വിമർശനാത്മക ചിന്തയ്ക്ക് ഊന്നൽ നൽകുക എന്നാണോ, അനുഭവവേദ്യമായ പഠന പ്രോത്സാഹിപ്പിക്കുക എന്നാണോ, ബഹുവിഷയം പാഠ്യപദ്ധതിയാക്കുക എന്നാണോ, അധ്യാപക കേന്ദ്രീകൃത ബോധന ശാസ്ത്രമാണോ? സവിശേഷത അല്ലാത്തത് കേട്ടോ, കേട്ടാലേ മനസ്സിലാവും. ഏതാ? ഡി അല്ലേ, അധ്യാപക കേന്ദ്രീകൃത ബോധനം. ടീച്ചർ സെൻറ്റേർഡ് നമ്മളവിടെ പ്രയോഗിക്കുന്നില്ല. എപ്പോഴും എന്താ അവിടെ വരേണ്ടത്? സ്റ്റുഡൻറ് സെൻറ്റേർഡ് അല്ലെങ്കിൽ ലേണർ സെൻറ്റേർഡ് അല്ലേ, നമ്മളത് എപ്പോഴും ചെയ്യുന്നതല്ലേ. ലേണർ സെൻറ്റേർഡ് അല്ലെങ്കിൽ സ്റ്റുഡൻറ് സെൻറ്റേർഡ് നമ്മളവിടെ വെക്കേണ്ടത് കേട്ടോ. അടുത്തത്, ശരിയുത്തരം നൽകുന്ന ആൺകുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുകയും എന്നാൽ പെൺകുട്ടികൾക്ക് അത് നൽകാതെയും പെരുമാറുന്ന ടീച്ചർ പഠിപ്പിക്കുന്നത്. മുമ്പേ ചോദിച്ച ചോദിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ കണ്ടോ. അതായത് ശരീരത്തിൽ നൽകുന്ന ആൺകുട്ടികൾക്ക് പ്രോത്സാഹനം ഇല്ല, മിടുക്കൻ എന്ന് പറഞ്ഞ് പറയും. പെൺകുട്ടികൾ നൽകുക അവിടെ ഇരിക്കടി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവിടെ ടീച്ചർ പഠിപ്പിക്കുക എന്താണ്? ലിംഗപക്ഷാപാതമാണോ, സ്റ്റിരിയോടൈപ്പാണോ, ലിംഗവിവേചനമാണോ, ലിംഗസമത്വമാണോ? ഒബ്വിയസ്ലി അതെന്താണ്? ലിംഗ വിവേചനം അല്ലെ, ലിംഗവിവേചനമാണ് ടീച്ചറോടെ കാണിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വേണ്ടത്. അടുത്തത്, താഴെ പറയുന്നവയിൽ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമല്ലാത്ത വിദ്യാഭ്യാസ രീതി, അതായത് ഗിഫ്റ്റഡ് ചിൽഡ്രന് അനുയോജ്യമല്ലാത്ത വിദ്യാഭ്യാസ ഉപാധി ഏതാണ്? ത്വരിതഗമനമാണോ, കഴിവനിശ്ചിത തരംതിരിക്കലാണോ, പരിപോഷണ ഉപാധികളാണോ, സഹപഠനമാണോ? ഒന്ന് ആലോചിച്ച് നോക്കി ഉത്തരം ചെയ്യേണ്ടതാണ്. അതായത് ഈ കൊച്ച് എന്താണ്? പ്രതിഭാധനാണ് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആണ് കൊച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൊച്ചിന് ഇതിൽ അനുയോജ്യമല്ലാത്ത വിദ്യാഭ്യാസ ഉപാധി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ത്വരിത ഗമനമാണ് അല്ലെങ്കിൽ ആക്സലറേഷൻ. കൊച്ചിനെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ആക്സലറേറ്റ് ചെയ്യുക. നമ്മൾ ആ വണ്ടിയുടെ ആക്സലറേറ്റ് കൊടുക്കുന്നതാണോ? കൊച്ചിൻ്റെ സ്പീഡ് കൂട്ടെ, ഇന്ത്യയുടെ സ്പീഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ കൊച്ചിനെ ആക്സലറേറ്റ് ചെയ്യുന്നതാണോ? എബിലിറ്റി ഗ്രൂപ്പിംഗ്, കൊച്ചിനനുസരിച്ച് തരംതിരിക്കുക എന്നാണോ? പരിപോഷണ ഉപാധികൾ, എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് നൽകുക എന്നാണോ? സഹപഠനമാണോ? പറഞ്ഞത് ശരിയാണ്, സഹപഠനം കേട്ടോ. സഹപഠനമാണ് കൊച്ചിനെ അവിടെ ചേരുന്നത്. കാരണം കൊച്ചിനെ അവിടെ ചേരുമ്പോൾ എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് തിരിക്കലെന്നല്ല, അതുപോലെ ഇന്ത്യയിൽ ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മുടെ കൂട്ടത്തിൽ ഇരുത്തി നമ്മൾ അവരെ ഒരു ഗ്രൂപ്പിൽ ഇടാതിരിക്കുക. കാരണം അവരുടെ ഗ്രൂപ്പ് എപ്പോഴും ജില്ലയില്ലെന്ന് നിൽക്കുകയും ചെയ്യും. ആ കൊച്ചിപ്പോഴും ഉത്തരം പറയുക. അവരെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിർത്തി നമ്മൾ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ അവനെ എല്ലാ ഗ്രൂപ്പിനെയും മോഡറേറ്റർ ആക്കിക്കോ. മനസ്സിലായി? അങ്ങനെ ഒരു കൊച്ച് നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവൻ എല്ലാ ഗ്രൂപ്പിനെയും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മോഡറേറ്റർ ആക്കുക. നമ്മുടെ ഒരു ചെറിയ സ്ഥാനം അവന് കൊടുക്കുക. അപ്പോൾ അവനവിടെ വളർന്ന് കയറിക്കോളും കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുക. അതാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി. അല്ലാതെ നമ്മളവനെ മാറ്റിയിരിക്കുന്ന നിർത്തല്ല. ഒന്നെങ്കിൽ നമ്മളോട് ഇരുത്തി അവനെ കൂടുതലായിട്ടുള്ള ഇച്ചിരി കട്ടിയുള്ള ചോദ്യങ്ങൾ അവന് ഇട്ട് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും അസസ് ചെയ്ത് ഒരു കോഡീകരിക്കാണ്ട് അവൻ്റെ ഒരു മോഡറേറ്റ് ആക്കി വെക്കുക. അങ്ങനെ വരുമ്പോൾ അവനവിടെ പല ആശയങ്ങളും അവൻ്റെ കഴിവുകളും എല്ലാം ഗിഫ്റ്റഡ് അല്ലേ. അപ്പോൾ അവന് ഒരുപാട് കാര്യങ്ങൾ അവന് കിട്ടും. അതുകൊണ്ട് തന്നെ അവനവിടെ കൂടുതൽ വളർന്നു കയറാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ഒരു അവസരം വേണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ. അടുത്ത ദിവസം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കുന്ന പ്രക്ഷേപണ രീതി അല്ലാത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. റോഷെ മഷിയോ പരീക്ഷ, ടാറ്റ്, പസർജ പരീക്ഷ, ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്. ഏതാണ് വരേണ്ടത്? നിങ്ങൾ കേൾക്കാത്ത ഒരെണ്ണം തന്നെ ഇതിൻ്റെ അകത്തുണ്ടല്ലോ. ഏതാ? ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് കേട്ടോ. അതാണ് ഇവിടെ ആൻസർ. വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കാത്ത പ്രക്ഷേപണ രീതി. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, പ്രക്ഷേപണ രീതിക്കകത്തുള്ള ടാറ്റും പാറ്റും എല്ലാം പറഞ്ഞായിരുന്നു. അപ്പം അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 30 ചോദ്യം ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി നമുക്കൊരു 25 മേളിൽ അല്ലേ, 22 മേളിൽ എന്നാണ് സ്കോർ ചെയ്യാം, ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. സൈക്കോളജി എളുപ്പമാണ്, ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമുക്ക് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മളാണെങ്കിൽ നമ്മൾ സൈക്കോളജി പഠിച്ചിട്ട് പോകുന്നത് ഏറ്റവും നല്ലതാണ്. പഠിച്ചാൽ മാത്രം മതി, പ്രയോഗിക്കാൻ പറ്റണം കേട്ടോ. അതെങ്ങനെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നു എന്നതിനനുസരിച്ച് ഈ ഒരു ടീച്ചറുടെ വിജയം. അപ്പോൾ അനുസരിച്ച് നമ്മൾ നല്ല രീതിക്ക് പ്രയോഗിക്കുക, നല്ല രീതിക്ക് വർക്ക് ഓൺ ചെയ്യുക കേട്ടോ. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞില്ല, ഓരോ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ ആ ഒരു പ്രബലനത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ നമ്മൾ സ്റ്റാർട്ട് ഓൺ ചെയ്ത് വന്നാൽ അവരതിൽ കണ്ടിന്യൂസ് ആയിട്ടങ്ങ് പൊക്കോളും. അല്ലാതെ നമ്മളൊന്ന് തുടങ്ങി ആ ആദ്യത്തെ മൂപ്പിന് 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച പോയി തകർത്ത് ചെയ്തു പിന്നെ നമ്മൾ ഡിലേ കാണിക്കുകയാണെങ്കിൽ കുട്ടികളോടെ ടീച്ചർ ചോദിക്കത്തില്ല എന്നൊരു ചോദ്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഒബ്വിയസ്ലി പഠനത്തിന് പിന്മാറും. നേരെ മറിച്ച് ഒരു പാഠം കഴിഞ്ഞ പാഠം ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തുക, ഇന്ന് പഠിപ്പിച്ചതിൻ്റെ കാര്യം നാളെ വരുമ്പോൾ 2 ചോദ്യം, സമയം പൊക്കോട്ടെ, ഒരു 10 മിനിറ്റ് അതിന് വേണ്ടി കളഞ്ഞു, ചോദ്യം ചോദിക്കുക. പറയുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുക, പറയാത്തവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ അല്ലേ ഉച്ചയ്ക്ക് പറഞ്ഞ് കേൾപ്പിക്കണമെന്ന് പറയുക,
ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി, ഒരിക്കലും ദേഷ്യപ്പെട്ട് പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞ് കേൾപ്പിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ മുട്ടായികളോ 50 വയസ്സാണ് 25 വയസ്സിലൊക്കെ ചെറിയ മുട്ടായൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ അവർക്കും കൊടുത്തു നോക്കി. അവർ ജില്ലയില്ല നമ്മുടെ സബ്ജക്റ്റിൻ്റെ കൂടെ നിൽക്കും കേട്ടോ. ആ സാറ് പഠിപ്പിച്ചാൽ വന്നാൽ മതി എന്ന് അവരെപ്പോഴും പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊച്ചിലെ നമ്മൾ ഈ പറഞ്ഞ തിങ്കളാഴ്ച തൊട്ട് കയറുന്നുണ്ടെങ്കിൽ അവരെ അങ്ങനെ നമ്മൾ സ്നേഹത്തിൽ കീഴടക്കുക കേട്ടോ. സ്നേഹത്തിൽ നമ്മൾ കീഴടക്കി കുട്ടികളെ നമ്മൾ കയ്യിലെടുക്കുക. നമ്മളൊരു നോട്ടം നോക്കിയാൽ പിള്ളേർ അവിടെ നിൽക്കുക അപ്പം കേട്ടോ. അല്ലാതെ ബഹളമോ കാര്യങ്ങളോ ഒന്നും വെക്കത്തില്ല. നമ്മളിങ്ങനെ ഒരുപാട് അയഞ്ഞു കൊടുക്കുമ്പോൾ ഈ പ്രശ്നം വരുന്നത്. നമ്മൾ നിൽക്കേണ്ടടുത്ത് നിന്ന് അവരെ സ്നേഹിക്കുക. നമ്മൾ അവരുടെ മാതാപിതാക്കളെ പോലെ തന്നെ നമ്മൾ സ്നേഹിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾ നമ്മുടെ വഴിക്ക് വന്നത് കേട്ടോ. അതിനെയാണ് സൈക്കോളജി നമ്മൾ ആപ്ലിക്കേഷൻ വരെ കൊണ്ടുവരാമെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു രക്ഷകർത്താവായിട്ട്, ഒരു രക്ഷിതാവായിട്ട് അല്ലെങ്കിൽ ഒരു അധ്യാപകനായിട്ട് മാറുക കേട്ടോ. അതാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുക. അതിലേക്ക് നമുക്ക് വളരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ നമുക്ക് കാണാം കേട്ടോ. യെസ്, താങ്ക് യു.